भारत माता की, भारत माता की वंदे। अब फिर कोई टेरर अटैक हुआ तो भारत जवाब देगा, पक्का जवाब देगा। भारत पर आतंकी हमला हुआ, हम अपने तरीके से, अपनी शर्तों पर, अपने समय पर जवाब देंगे। ഇന്ത്യ ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്, പക്ഷേ രാജ്യത്തെ മനുഷ്യരെ ലക്ഷ്യം വെച്ചാൽ നശിപ്പിച്ചു കളയും. ആണവ ബ്ലാക്ക്മെയിൽ വേണ്ട, ഭീകരവാദത്തെ പാകിസ്ഥാന്റെ സൈനിക നടപടിയായി തന്നെയാണ് കാണുകയെന്നും പ്രധാനമന്ത്രി അയൽ രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകി. നശിപ്പിച്ചെന്ന് പാകിസ്ഥാൻ വ്യാജമായി അവകാശപ്പെട്ട ആദംപൂർ എയർബേസിൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി സൈനികരെ അഭിസംബോധന ചെയ്തത്. കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ ഇല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാക് അധീന കശ്മീർ വിട്ടുകിട്ടുന്നത് സംബന്ധിച്ച് മാത്രമേ ഉഭയകക്ഷി ചർച്ചയ്ക്ക് തന്നെ സാധ്യതയുള്ളൂവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ ചർച്ച ചെയ്യുമ്പോൾ ശ്രീ എം ഷിനാസ് അധ്യാപകൻ, ശ്രീ മോഹനൻ പിള്ള റിട്ടയേർഡ് ബ്രിഗേഡിയർ, ശ്രീ പി ആർ ശിവശങ്കർ BJP, ശ്രീ രാജു പി നായർ കോൺഗ്രസ് എന്നിവർ. ആദ്യം ശ്രീ ബ്രിഗേഡിയർ മോഹനൻ പിള്ള, ഇന്ന് പ്രധാനമന്ത്രി സൈനികരോട് സംസാരിച്ചിരിക്കുന്നത് ആദംപൂർ എയർബേസിൽ വെച്ചാണ്. ഈ ആദംപൂർ എയർബേസ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് അവർ ആക്രമിച്ചു, ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തു എന്നൊക്കെയാണ്. അതേ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് മുമ്പിൽ വെച്ച് S-400 ട്രയംഫിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് റൺവേക്ക് യാതൊരു കേടുപാടും പറ്റാത്ത സുസജ്ജമായ ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലാത്ത ഒരു എയർബേസിൽ നിന്ന് പ്രധാനമന്ത്രി സൈനികരോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് സൈനികർക്ക് അതല്ലെങ്കിൽ രാജ്യത്തുള്ള ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളതിലുപരി ഇത് ലോകത്തോടല്ലേ സംസാരിക്കുന്നത്? അഭിലാഷ്, എന്നോടാണോ ക്വസ്റ്റ്യൻ? അതെ. ഓക്കെ അഭിലാഷ്, ഇന്ന് ഈ പ്രസന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതും. അതായത് ഇപ്പോൾ ഷോഫിയാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ആണെങ്കിൽ പോലും അത് നമുക്ക് മനസ്സിലാകും. ഞാനത് ഇതിനു മുമ്പുള്ള ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. കാര്യം ടെററിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓൾറെഡി ടെററിസ്റ്റുകൾ അറൗണ്ട് ഒരു മാർജിനൽ ആൾക്കാർ കാശ്മീരിലത്തെ ജമ്മു ആൻഡ് കാശ്മീരിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നൗ അവരെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ വളരെ പരിതാപകരമാണ്. കാര്യം അവർക്ക് തിരികെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്ന്. രണ്ടാമത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ സിറ്റുവേഷനിൽ വെച്ചിട്ട് നമ്മളെല്ലാം നോർമലായി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ആ ഒരു അഗ്രസീവ്നെസ് അല്പം കുറഞ്ഞായിരുന്നു. നൗ ദ തിങ് ഹാസ് ഗവൺമെൻറ്റൽ സൈഡിൽ നിന്ന് അങ്ങേയറ്റം മോട്ടിവേഷൻ കിട്ടിയിരിക്കുകയാണ് സൈനികർക്ക്. നൗ ദേ ഗോട്ട് ദ ടോട്ടൽ ഫ്രീഡം ടു ഡു ആക്ഷൻ അഗൈൻസ്റ്റ് ദ ടെററിസ്റ്റ്. അപ്പം ആ ഒരു ഇത് വന്നതുകൊണ്ട് യു ജസ്റ്റ് സീ നൗ ദാറ്റ് മീൻസ് ആര് ടെററിസ്റ്റിനെ കിട്ടുന്നു അവരെല്ലാം ഷോട്ട് ഡെഡാണ്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് ഒരു ആംഗിളിൽ നിൽക്കും. അതൊരു മേജർ അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറയാനായിട്ട് ആയിരിക്കുന്നത്, ഇനിയിപ്പോൾ ഡെറ്ററൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ കൂടിയിട്ടുണ്ട്. കാര്യം എല്ലായ്പ്പോഴും പോലെയുള്ള ഒരു കാര്യമല്ല. ദാറ്റ് മീൻസ് ദ ന്യൂ മെത്തേഡ് ഓഫ് ഡെറ്ററൻസ് ഹാസ് ഇൻക്രീസ്ഡ്. ദാറ്റ് മീൻസ് ഇനിയും നമ്മുടെ ഒരു കോൾഡ് ഫോം എന്നുള്ള, അതായത് ന്യൂ നോർമൽ പോളിസി എന്നുള്ള രീതിയിൽ, അതായത് നോർമലാണ് ബട്ട് ന്യൂ പോളിസി. ന്യൂ വാട്ട് ഇറ്റ് ഈസ്, വി ആർ നോർമൽ വിത്ത് യു, ദർ ഇസ് നോ പ്രോബ്ലം. നമ്മൾ ടെററിസ്റ്റ് സ്ഥാനമായിട്ട് നോർമലാണ്, പക്ഷേ ന്യൂ പോളിസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചാൽ ഡോണ്ട് വെയിറ്റ് ഫോർ ടൈം, റാദർ വി വിൽ ദെൻ ആൻഡ് ദെയർ യു വിൽ ഗെറ്റ് ദ റിപ്ലൈ. ആ ഒരു പോളിസി ലോകത്തോട് പറഞ്ഞപ്പോൾ, അതുപോലെ അവരോട് അഡ്രസ്സ് ചെയ്തപ്പോൾ അതൊരു മീനിങ് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് ന്യൂക്ലിയർ പോളിസി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെ ഇന്നും പറയുന്നല്ലോ ഇട്ട് ഭയപ്പെടുത്തുന്ന അത് ഒരു പരുവത്തിന് നമ്മൾ നോർമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് പിന്നെ ഉള്ളത് ഈ ഡിപ്ലോമാറ്റിക്കൽ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നോ ലുക്ക് ബാക്ക് എന്നാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ലൈക്ക് ഇൻഡസ് ഇതിന് ട്രീറ്റി, വാട്ടർ ട്രീറ്റി ആണെങ്കിലും നമ്മൾ തിരിഞ്ഞു പുറകോട്ട് പോകുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാം കൂടി ഒരു പ്രസൻറ്റ് സിസ്റ്റം എമേർജ് ചെയ്യുമ്പോൾ നൗ യു ഹാവ് ടു സീ വെദർ ദിസ്
വിൽ കണ്ടിന്യൂ ഓർ നോട്ട്, ഇതിനകത്ത് ഡൈലൂഷൻ വരുമോ എന്നുള്ളതാണ്. നൗ എവറിത്തിങ് ഈസ് വെരി ടൈറ്റ്. വാട്ട് എവർ ഒരു ഇന്ത്യൻ സിറ്റിസൺ, ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം നല്ല രീതിയിൽ ഉയർത്തത്തക്ക രീതിയിലുള്ള പോളിസിയാണ് ദ പ്രസന്റ് ആസ് ഓഫ് നൗ. നൗ ദ തിങ്സ് ആർ അബൌട്ട് ടു കം. ബിക്കോസ് ഇപ്പോൾ DGMOയുടെ മീറ്റിംഗ്സ് മിലിറ്ററി ബേസിലും ഇന്ന് എക്സ്റ്റേണൽ അഫെയർ ഡിസ്കഷൻസ് ആർ എറ്റ് ടു കം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിസ്കഷൻസ് ഒക്കെ ഡേ ബൈ ഡേ അത് വന്നുകൊണ്ടിരിക്കും. അന്നേരം ഇഫ് വി ആർ ഡൈലൂട്ടിങ്, നമ്മുടെ പോളിസിയിൽ നിന്ന് ഡൈലൂട്ട് പുറകോട്ട് പോവുകയാണ് എങ്കിൽ then it is difficult. And one more thing, today very categorically we said we can discuss only about the Pakistan occupied Kashmir. അതായത് ഒക്കുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ വി ആർ റെഡി. സോ ബട്ട് ബി പ്രിപ്പയർ ടു ഗെറ്റ് ദാറ്റ് തിങ്സ് ടു അസ്. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് എടുത്തിട്ടുള്ള നിങ്ങൾ ഒക്കുപ്പൈ ചെയ്തിട്ടുള്ള കാശ്മീർ തിരിച്ചു തരാനുള്ള സംവിധാനം കൂടെ നോക്കുക എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കൊടുത്തപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഫക്റ്റ് ഇപ്പം വരാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ അതായത് നമ്മൾ ദേശത്ത് തന്നെ, നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ വികസിപ്പിച്ചെടുക്കുന്ന ആ ഒരു വെപ്പണറി സിസ്റ്റവും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും അത് വളരെയധികം ബൂസ്റ്റ് ചെയ്യും. ആൻഡ് സെയിം തിങ് അതർ കൺട്രീസ് വിൽ ട്രൈ ടു ഡിമാൻഡ് ഫ്രം അസ്. നമ്മുടെ എക്സ്പോർട്ട് കൂടാനുള്ള വളരെ സാധ്യതയുണ്ട്. അപ്പം ഇതുകൊണ്ട് നമ്മുടെ വെപ്പണറി സിസ്റ്റത്തിന് there's no doubt into it, it's a boosting പോസിബിലിറ്റിയാണ് എല്ലാ രീതിയിലും ഇപ്പോൾ സോഫാർ നടക്കുന്നത്. പിന്നെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു കാര്യം സൈനികരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാര്യം ഈഫ് ടുമാറോ നമ്മുടെ നോർത്തേൺ സൈഡിലുള്ള നെയ്ബറുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു മൊറാൽ ബൂസ്റ്റിംഗ് ആയിട്ടുണ്ട്. ബിക്കോസ് അവരും ഇത്രയ്ക്കിത്രയേ ഉള്ളൂ. വി ആർ റെഡി ടു ടാക്കിൾ ദെയർ വെപ്പൺ ഓൾസോ. അതും നമുക്കൊരു മൊറാൽ ബൂസ്റ്റിംഗ് ഫാക്ടറാണ്. അതിനുള്ള ഒരു അവസരം അറിഞ്ഞുകൊണ്ട് തന്നെ ആ നെയ്ബർ ഇവരും കൂടെ ചേർന്ന് നമുക്ക് തന്നതാണ്. അപ്പം അതൊരു നല്ലൊരു ഫാക്ടറായിട്ട് വേണം നമുക്ക് കാണാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ ജനറലി ദർ ഇസ് എ ടെൻഡൻസി ഈ നോർത്തേൺ സൈഡിലുള്ള നമ്മുടെ ബിഗ് നെയ്ബർ, ആ ബിഗ് നെയ്ബർ ഓൾവേസ് ബിഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മളെല്ലാവരും കൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പം നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് ഹൈഡ്രജൻ ബലൂണാണ്. ഒരു കുത്തു കൊടുത്താൽ പൊട്ടാനുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ സബ്സ്റ്റാൻഡേർഡ് എന്നുള്ള ഒരു രീതിയും നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു. ശരി, നമുക്ക് അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് സംസാരിക്കാം അടുത്ത റൗണ്ടിൽ. എന്തായാലും സൈനികരെ സംബന്ധിച്ച് ആത്മവീര്യം വർദ്ധിപ്പിക്കുന്ന കാര്യമെന്ന് താങ്കൾ പറയുന്നു. ശ്രീ AM ഷിനാസ്, ഇന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനമുണ്ടായി. കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല. കശ്മീർ വിഷയം സംബന്ധിച്ച പോളിസിയിൽ ഒരു മാറ്റവുമില്ല. ഇന്ത്യയുടെ എല്ലാ കാലത്തെയും നിലപാട് എന്ന് പറയുന്നത് മൂന്നാം കക്ഷി ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അപ്പോൾ ഉഭയകക്ഷി ചർച്ചയാകാം, അത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ കുറിച്ചാണെങ്കിൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഗ്ലോബൽ നറേറ്റീവിനെ പരാജയപ്പെടുത്താനാണ് എന്ന് തോന്നുന്നു ദിവസവും. ഇന്നലെ പ്രധാനമന്ത്രി സംസാരിച്ചു, ഇന്ന് പ്രധാനമന്ത്രി സംസാരിച്ചു, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഇന്നും ഉണ്ടായി, സേനാ മേധാവിമാരുടെ വാർത്താ സമ്മേളനം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ ഞങ്ങളുടെ പ്രഖ്യാപിത പൊസിഷനിൽ യാതൊരു മാറ്റവുമില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണോ? അദ്ദേഹം ആദ്യത്തെ ദിവസം സീസ് ഫയർ അനൗൺസ് ചെയ്തത് ട്രംപ് ആണെന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം JD വാൻസിനെ അനുമോദിച്ചുകൊണ്ട് ഒരു ന്യൂക്ലിയർ വാർ ഒഴിവാക്കിയത് ഞങ്ങളാണ് എന്നുകൂടി അദ്ദേഹം പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ആവർത്തിച്ചുള്ള അവകാശവാദം അവിടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പൊസിഷൻ റീട്രേറ്റ് ചെയ്യാൻ നിർബന്ധിതമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നുണ്ടോ? ട്രംപിൻ്റെ കാര്യം രസകരമാണ് ട്രംപിൻ്റെ. അതായത് നയതന്ത്ര മര്യാദകളിൽ പോലും നിയന്ത്രണ രേഖ ഇല്ലാത്ത ആളാണ് ട്രംപ് എന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. അപ്പോൾ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ 5:33 10-ാം തീയതി 6 മണിക്കാണ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അത് രാജ്യത്തോട് പറയുന്നത്. അപ്പോൾ അരമണിക്കൂർ മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചു. അന്ന് പറഞ്ഞത് ആണവ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു മഹാസംഘർഷത്തെ ഒഴിവാക്കി അതിന് വീരോചിതമായ ഈ രാജ്യങ്ങൾക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ മാറ്റി പറഞ്ഞു, അതായത് പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള വ്യാപാരം മൊത്തം അവസാനിപ്പിക്കും എന്ന ഭീഷണിയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും ഈ വെടിനിർത്തലിന് തയ്യാറായത് എന്ന്. അപ്പോൾ നമുക്കറിയാം മെയ് 9, 10 അതിരാവിലെയൊക്കെ സർഗോദ
വ്യോമത്താവളം, എയർബേസ്, അതുപോലെ നൂർഖാൻ, ഇത് പാകിസ്ഥാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള 2 എയർബേസസ് ആണ്. അത് ആക്രമിക്കപ്പെട്ടു. ഇന്ത്യൻ മിസൈലുകൾ ആക്രമിച്ചു. സർഗോദയുടെ അടുത്താണ് കിരാന മല കുന്നുകളുള്ളത്. അവിടെയാണ് ആണവ സംഭരണ കേന്ദ്രം എന്ന് വാർത്തകളൊക്കെ പറയുന്നത്. നൂർഖാൻ ബേസിൻ്റെ അടുത്താണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ കമാൻഡ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടാവാം എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷെ നമ്മൾ ചരിത്രപരമായി നോക്കുമ്പോൾ 1947-48 ആദ്യ ഇന്ത്യ പാക് യുദ്ധം കാശ്മീരിനെ ചൊല്ലിയായിരുന്നു. അപ്പോൾ അന്ന് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ UN സെക്യൂരിറ്റി കൗൺസിൽ, ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ സമിതിയിൽ എടുത്ത നിലപാട് പാകിസ്ഥാന് അനുകൂലമായിട്ടായിരുന്നു. പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് മൗണ്ട് ബാറ്റൺ, അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ്റെ ഉപദേശമനുസരിച്ച് കാശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്ര സഭയിൽ ഉന്നയിക്കാനുള്ള ഒരു നെയ്വായിട്ടുള്ള തീരുമാനം ഇന്ത്യ എടുത്തു. പക്ഷേ അത് ഒട്ടും ഫലപ്രദമല്ലെന്ന് കണ്ട് 1960കളുടെ ആദ്യത്തിൽ തന്നെ നമ്മൾ അതിൽ നിന്ന് പിന്മാറി. 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്നു. ആ സമയത്ത് പോലും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കാർമ്മികത്വത്തിൽ കാശ്മീർ പ്രശ്നത്തിൽ മാധ്യസ്ഥ്യം വഹിക്കാമെന്ന ഒരു ഓഫറുണ്ടായിരുന്നു. പിന്നീട് 1971 യുദ്ധം ഡിസംബറിൽ കഴിഞ്ഞു. ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം പിറവിയെടുത്തു. 24 വർഷത്തിന് ശേഷം പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്ര മുദ്രാവാക്യമായ ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവിടെ തകർന്നടിഞ്ഞു. അന്ന് ഷിംല കരാറിൽ 72 ഷിംല കരാറിൽ നമ്മൾ ഒപ്പുവെച്ചു. അതിൽ ഒരു ലൂപ്പ് ഹോൾ, ഒരു പഴുതുണ്ടായിരുന്നു. ആ പഴുതിനെയാണ് പാകിസ്ഥാൻ ഇപ്പോഴും പിടിക്കുന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ കാശ്മീർ വിഷയം ഉൾപ്പെടെ ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് പരിഹരിക്കുക എന്നതാണ്. അതിൽ തന്നെ അതർ പീസ്ഫുൾ മീൻസ്, മറ്റ് സമാധാനപരമായ മാർഗങ്ങളിലൂടെയും ഈ തർക്കങ്ങൾ പരിഹരിക്കാം. ആ ഒരു ക്ലോസ് ഉണ്ട്. അതർ പീസ്ഫുൾ മീൻസ് എന്നതിനെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞരും പാകിസ്ഥാൻ സ്കോളേഴ്സും ഒക്കെ വ്യാഖ്യാനിക്കുന്നത് ഒരു മൾട്ടിലാറ്ററൽ ഫോറം, ഒരു ബഹുതല അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ സൂചിപ്പിക്കുന്ന ഒരു വകുപ്പാണ് അതർ പീസ്ഫുൾ മീൻസ് എന്നാണ്. ഇന്ത്യ അതിനെ അക്കാലത്ത് എതിർത്ത് പോകുന്നതാണ്. പിന്നെ നരസിംഹറാവുവിൻ്റെ കാലത്ത് തന്നെ, ബിൽ ക്ലിൻ്റൻ്റെ കാലത്ത് പാകിസ്ഥാനിൽ ഈ കാശ്മീർ പ്രശ്നത്തിൽ ഇടപെടാം എന്ന ഓഫർ ഉണ്ടായിരുന്നു. നരസിംഹറാവു അത് തള്ളിയതാണ്. ഐക്യ ഗുജറാളിൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാർ ഓഫർ ചെയ്തിരുന്നു. ബ്രിട്ടീഷുകാരെ അദ്ദേഹം പരിഹസിച്ചു വിടുകയാണ് ചെയ്തത്. നിങ്ങളുടെ കൈകൾക്ക് അത്രയും ശക്തിയുണ്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതായത് ഈ കാശ്മീർ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടലിനെ ഇന്ത്യ 1971 മുതലെങ്കിലും വളരെ ശക്തമായി എതിർത്ത് പോന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാർക്കോ റൂബിയോ പറഞ്ഞ എഴുതിയ പ്രസ്താവനയിൽ ഉള്ളത് ഒരു നിഷ്പക്ഷ രാജ്യത്ത് കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ ഫെസിലിറ്റേറ്റർ, സഹായി ആയി വർത്തിക്കാം എന്നതാണ്. ഇത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പാകിസ്ഥാൻ ഈ പഹൽഗാമിലൂടെ പല ലക്ഷ്യങ്ങളും കണ്ടിരുന്നുവെങ്കിലും ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കാശ്മീർ വിഷയത്തെ വീണ്ടും അന്താരാഷ്ട്രവൽക്കരിക്കുക എന്നതായിരുന്നു. അപ്പോൾ മാർക്കോ റൂബിയോയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ മീഡിയേഷൻ എന്നൊക്കെ പറയുന്ന ആ പ്രസ്താവനയിലൊക്കെ ഉള്ളത് കാശ്മീർ വിഷയത്തെ ഈ 2 രാജ്യങ്ങളും ചർച്ച ചെയ്താൽ മാത്രം തീരില്ല. അതിൽ ഒരു മൂന്നാം കക്ഷി അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ രാഷ്ട്രത്തിൽ ഒരു മൾട്ടിലാറ്ററൽ ഫോറത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് എന്നത് ഇന്ത്യക്ക് ഒട്ടും ഗുണകരമല്ല. അത് പാകിസ്ഥാനാണ് ഏറ്റവും അധികം ഗുണകരം. അതുകൊണ്ട് പാകിസ്ഥാൻ അക്കാര്യത്തിൽ ഹാപ്പി ആയിരിക്കും. പക്ഷേ ഇന്ത്യക്ക് സംഭവിച്ച ഒരു വീഴ്ച, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഇൻ്റലിജൻസ് ആ 2 കൗണ്ടർ പാർട്സുമായിട്ട് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ചർച്ച 3:35 നടക്കുന്നത്. അതിനു മുമ്പ് ഇന്ത്യയുടെ DGMOയെ വിളിച്ചപ്പോൾ കിട്ടിയിരുന്നില്ല, അദ്ദേഹം മറ്റൊരു യോഗത്തിലായിരുന്നു. 3:35 ആ ചർച്ച നടന്നു. അപ്പോൾ തന്നെ വെടിനിർത്തൽ തീരുമാനമായി. എന്നിട്ട് നമ്മൾ വിദേശകാര്യമന്ത്രി അത് പ്രഖ്യാപിക്കുന്നത് 6 മണിക്കാണ്. അതിന് ഒരു മുഴം മുമ്പേ, 27 മിനിറ്റ് മുമ്പേ ഡൊണാൾഡ് ട്രംപ് കയറി അങ്ങോട്ട് ഈ പ്രസ്താവന ഇറക്കി. വെടിനിർത്തൽ ഞങ്ങളുടെ ആഭിമുഖ്യത്തിലാണ്,
ഉണ്ടായത് എന്ന അവകാശവാദം ഉന്നയിച്ചു. പിന്നെ ട്രംപ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുകയാണ്. അപ്പോൾ ട്രംപിനെ കുറിച്ച് ലോകത്തിന് മൊത്തം അറിയാം. അദ്ദേഹത്തിന് നയതന്ത്ര മര്യാദകളിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിലും നിയന്ത്രണ രേഖയില്ലാത്ത ഒരു ഭരണാധികാരിയാണ് എന്നറിയാം. അപ്പോൾ ഇന്ത്യ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു. കാരണം ട്രംപാണ് മറുവശത്ത്. ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റുമായിട്ട് അവർ പാകിസ്ഥാനിലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ISI മേധാവി അസീം മുനീർ, പാക് സൈനിക മേധാവി ഷഹബാസ് ഷെരീഫ്, ഇവിടെ അജിത് ഡോവൽ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വാൻസ് 8-ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ എസ് ജയശങ്കർ. അപ്പോൾ ഈ ചർച്ചകളൊക്കെ അവർ നടത്തിയ കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ കൂടി പിൻബലത്തിലാണ് ട്രംപ് ഇങ്ങനെ ഒരു ട്രംപിന്റെ അവകാശവാദമാണ് ഇന്ത്യ ആവർത്തിച്ച് ഇത് ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയൂ എന്നുള്ള നിലയിൽ വിശദീകരിക്കുന്നത്. ഷിപ്യാർ ശിവശങ്കർ, ഈ കാര്യത്തിൽ കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ ഇന്ത്യ അനുവദിക്കില്ല എന്നുള്ളത് ഇന്ത്യയുടെ എക്കാലത്തെയും പ്രഖ്യാപിത നിലപാടാണ്. ഇത് വിക്രം മിശ്രി 10-ാം തീയതി വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ധാരണ ഉണ്ടായിട്ടുള്ളത് DGMO തല ചർച്ചയിലാണ്. പാകിസ്ഥാനാണ് ആ ചർച്ച ഇനീഷ്യേറ്റ് ചെയ്തത്. ഞങ്ങളത് എഗ്രി ചെയ്തു. അതൊരു പോസാണ് എന്ന് പ്രധാനമന്ത്രിയും വിശദീകരിച്ചു. എന്തുകൊണ്ടാണ് ആവർത്തിച്ച് മൂന്നാം കക്ഷി ഇടപെടലിനെ കുറിച്ചുള്ള നിഷേധം ഇന്ത്യക്ക് നടത്തേണ്ടി വന്നത്? ഈ കശ്മീർ വിഷയം ഇന്റർനാഷണലൈസ് ചെയ്യുന്നതിൽ, അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിൽ പാകിസ്ഥാൻ മുന്നോട്ട് പോയോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നത് ഒരു പ്രോപ്പഗണ്ട വാറാണ്. അവർ ദയനീയമായി മറ്റ് ആർമി ഒരു സൈനിക നീക്കത്തിലും മറ്റു രീതിയിലും പരാജയപ്പെട്ടപ്പോൾ അവരൊരു പ്രൊപ്പഗണ്ട വാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ അവർക്ക് ചില ഭാഗങ്ങളിൽ ഒരു നേരിയ മുന്നേറ്റം കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവികളോ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ പണ്ട് ഇന്ത്യൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളും സൈനിക ഉദ്യോഗസ്ഥരും അറ്റാക്ക് ചെയ്യുന്നത് പോലെ, കൗണ്ടർ ചെയ്യുന്നത് പോലെ അതിൻ്റെ നിജസ്ഥിതി ചോദിക്കുകയും അതിൻ്റെ ഫേക്ക് ന്യൂസാണ് എന്ന് പറയുകയും ചെയ്യുന്നത് പോലെ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പാകിസ്ഥാന് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനെ വട്ടം കറക്കുന്നുണ്ട്. അവർ അന്താരാഷ്ട്ര തലത്തിൽ വളരെയേറെ പിന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ഒരു രീതിയിൽ നിന്ന് വേണം നമ്മൾ ഈ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ എല്ലാം ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ കാണുക. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിനും ട്രംപിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ അവിടുത്തെ ഒരു അമേരിക്കൻ അധീശത്വം നമുക്കറിയാമല്ലോ, ഒരു ആൽഫ അമേരിക്കൻ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ വിശ്വസ്തൻ, അതിൻ്റെ മുന്നണി പോരാളി എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം കൂടി അമേരിക്കയിൽ നിലനിർത്തേണ്ട താല്പര്യമുണ്ടാകാം. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ട്രംപ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത്. അതിന് മറ്റൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള ധീരമായ ആക്രമണങ്ങൾ ഒരു പ്രത്യാക്രമണങ്ങൾ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ആർമി ജനറലും അതുപോലെ തന്നെ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഒരേപോലെ അമേരിക്കൻ പ്രസിഡന്റിനെ ആയിരിക്കില്ലേ കാണാൻ സാധ്യത. താണുകേണ് ഉണങ്ങിയിട്ട് തങ്ങൾ പിന്തിരിഞ്ഞോടി അമേരിക്കയിൽ ഒരുപക്ഷെ രക്ഷകർത്തൃത്വം പ്രതീക്ഷിച്ചിരിക്കാം. ചൈനയിൽ നിന്ന് തങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ചൈനീസ് ഡിഫൻസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം എല്ലാം തകർന്നു പോകുമ്പോൾ അവർക്ക് ആശ്രയിക്കാവുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഒരുപക്ഷെ ട്രംപിനെ ആശ്രയിച്ചിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് ആ സമയത്ത് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ ഒരു നെറേറ്റീവ് മുന്നോട്ട് വെച്ചതായിരിക്കാം. ഒരുപക്ഷെ ചൈനയിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് മോചിതനാകുന്ന ഒരു രാജ്യത്തെ തങ്ങളുടെ കൂടെ നിർത്തേണ്ടത് ഇന്നത്തെ നിലയിൽ ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ ഒരു രാഷ്ട്രീയമായ തീരുമാനമോ അവരുടെ ആവശ്യമോ ആയിരിക്കാം. ഈ 3 കാരണം കൊണ്ടായാലും ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് ട്രംപ് എടുക്കുന്ന പോലത്തെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അവർക്ക് ഇന്ത്യയുടെ സിസ്റ്റം അത് ഓരോ ലെവലിലും പ്രൈം മിനിസ്റ്റർ ആയാലും പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അതേപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വം, പ്രതിരോധ മന്ത്രി, അതിനുശേഷം കരസേന DGM, നമുക്കറിയാം അത്തരത്തിലുള്ള ദീർഘമായ സിസ്റ്റമുണ്ട്. അതിനുശേഷമാണ് വെടിനിർത്താനുള്ള ചർച്ചകൾ നേരിട്ട് നടക്കുന്നത്. ആ ഒരു ടൈം ഗ്യാപ്പിനെ ഇത്രയേറെ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലായി വ്യാഖ്യാനിക്കുന്നതോ അതൊരു തെറ്റായ രീതിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും പ്രധാനം അതിനുശേഷം രാഷ്ട്രീയ നേതൃത്വവും അതേപോലെ തന്നെ സൈനിക നേതൃത്വവും
പല തവണ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇത്തരത്തിലുള്ള മൂന്നാം കക്ഷി ഒരു യോജിപ്പിനെ പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങൾ തീർച്ചയായും ഇത് പാകിസ്ഥാനുമായിട്ട് തന്നെയാണ് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നത്, അത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഇത്തരത്തിലുള്ള യുദ്ധം നടക്കുമ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള പ്രസ്താവനകൾ നടത്തുക സ്വാഭാവികമാണ്. ട്രംപിനെ പോലുള്ളൊരു നേതാവും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഒരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികവുമാണ്. അതിനപ്പുറം ഒരു ട്രംപിൻ്റെ ആ പ്രസ്താവനയ്ക്ക് ഞാൻ വലിയ ഒരു പ്രസ്താവനയായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ശ്രീ രാജു പി നായർ, ഇപ്പോൾ ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കി മൂന്നാം കക്ഷി ഇടപെടലില്ല ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളിൽ നിന്ന്. അത് വെടിനിർത്തൽ അനൗൺസ് ചെയ്തുകൊണ്ട് തന്നെ വിദേശകാര്യ വക്താവ് വിക്രം മിസ്രി പറഞ്ഞ കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു കൺഫ്യൂഷന്റെ കാര്യമില്ല. ഒരുപക്ഷെ ഒരു അടിയന്തര സന്ദർഭത്തിൽ ആണവ യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കയും ലോകരാജ്യങ്ങളും ഒക്കെ ഇടപെടുന്നത് സാധാരണ കാര്യമാണ്. മറ്റിടങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഒരു ഫെസിലിറ്റേറ്ററായി മൂന്നാം കക്ഷിയായി മറ്റൊരു രാജ്യം വന്നു എന്ന് നമ്മൾ കാണണമെന്ന ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, ഇപ്പോൾ പാർലമെന്റ് വിളിക്കണം, വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ. പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ പാർട്ടിയായിട്ടുള്ള NCP എടുത്ത നിലപാട് എന്താണ്? ഇതൊരു മിലിറ്ററി ഓപ്പറേഷനാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യണം എന്ന് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികമായും രഹസ്യ സ്വഭാവത്തിലുള്ള എല്ലാ കാര്യങ്ങളും വേണം എന്ന് ഇതുപോലൊരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ ആരായാലും ഡിമാൻഡ് ചെയ്യുന്നത് ശരിയുമല്ല. ശശി തരൂരിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്ന നിലപാടുകളും നമുക്കവിടെ കാണാം. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ടെൻഷൻ ഉണ്ടായി. അതിൽ ഇന്ത്യയുടെ പൊസിഷനിൽ അഡ്വാൻറ്റേജസ് ആയി നിൽക്കുന്നു. അപ്പോൾ പിന്നെ ആഭ്യന്തരമായ തർക്കവിതർക്കങ്ങൾ അത് ഈ കഴിഞ്ഞ 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഉണ്ടായ അതേ സാഹചര്യത്തിൽ നിർത്തുന്നതല്ലേ നല്ലത്? അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചോ ബന്ധപ്പെടുത്തി പറയാം. ഒന്ന്, നയതന്ത്ര വിദഗ്ധനായിട്ടുള്ള നമ്മുടെ പാനലിസ്റ്റ് പറഞ്ഞത് 27 മിനിറ്റ് ഇന്ത്യ പ്രഖ്യാപിക്കുന്നതിന് 27 മിനിറ്റ് മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ പ്രഖ്യാപിക്കുന്നതിന് 27 മിനിറ്റ് മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല. പക്ഷേ DGMO തലത്തിലുള്ള യോഗം തീർന്നതിന് 20 മിനിറ്റിനുള്ളിൽ ട്രംപ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ട്രംപ് പ്രഖ്യാപിക്കുന്ന ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്, ഞാൻ ഇന്നലെ രാത്രി മുതൽ ഇടപെട്ടു, ഞാൻ അവരെ രണ്ടുപേരോടും സംസാരിക്കണമെന്ന് പറഞ്ഞു, അവരെ സംസാരിക്കാനുള്ള വേദിയിലെത്തിയിട്ടുണ്ട്, അവർ യുക്തമായ തീരുമാനം, അദ്ദേഹം ഉപയോഗിച്ച ലെറ്റ് ബെറ്റർ സെൻസ് പ്രിവെയിൽ, ഒരു വലിയ ഇതിലേക്ക് പോകാതെ അത് പരിസമാപ്തിയിൽ എത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനകത്ത് പ്രശ്നമില്ല. നമ്മൾ തമ്മിലുള്ള പലപ്പോഴുള്ള സംഘർഷത്തിലെല്ലാം ഇന്ത്യയുടെ സുഹൃത്തുക്കളും പാകിസ്ഥാൻ്റെ സുഹൃത്തുക്കളും എല്ലാം ബാക്ക് ചാനൽ ഡിപ്ലോമസിയിൽ എൻഗേജ് ചെയ്യും, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. 3:35 തുടങ്ങിയിരിക്കുന്ന DGMOമാരുടെ മീറ്റിംഗ് 1.5 മണിക്കൂർ നീണ്ടു എന്ന് പറയുമ്പോൾ 5:05 ആ മീറ്റിംഗ് തീരേണ്ടത്. നമ്മൾ അനുമാനിക്കുന്നതാണ് 5:05 ആ മീറ്റിംഗ് തീരുമാനിച്ചാൽ, നേരത്തെ ശ്രീ PR ശിവശങ്കരൻ പറഞ്ഞ പോലെ ഇന്ത്യക്ക് അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തണം. രാഷ്ട്രീയ നേതൃത്വമാണ് ശരി, എന്നാൽ വെടിനിർത്തലാവട്ടെ എന്ന് പറയേണ്ടത്. അങ്ങനെ പറയുന്നൊരു സമയം പോലും നടക്കുന്നതിന് മുമ്പ് 20 മിനിറ്റ് ഇപ്പുറം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിൻ്റെ കണ്ടന്റ് വെച്ചുകൊണ്ട് സീസ് ഫയർ നടപ്പിലാക്കി എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്താൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ടേബിളിൽ എത്തിച്ചിട്ടുണ്ട്, ഇനി എന്താ നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവിടെ തീർന്നേനെ. പക്ഷെ ആ മീറ്റിങ്ങിലുണ്ടാവുന്ന തീരുമാനം എന്തായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താ അനുമാനിക്കേണ്ടത്? ഒന്നുകിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്ന പോലെ ഞാൻ വരച്ച വരയിൽ വെച്ച് ഈ പ്രശ്നം തീർക്കണമെന്ന് 2 രാജ്യങ്ങളോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തീർത്തു, അല്ലെങ്കിൽ ഈ പറയുന്ന മീറ്റിംഗ് തീർന്നതിന് ശേഷം ഡൊണാൾഡ് ട്രംപിന് റിപ്പോർട്ട് ചെയ്തു. ഇതല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രഖ്യാപിക്കുക. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സൈനിക ഓപ്പറേഷനെ സംബന്ധിച്ചൊന്നും നമുക്ക് ആർക്കും യാതൊരു തർക്കവുമില്ല. നമ്മൾ അഭിമാനത്തോടു കൂടി ഈ രാജ്യം നേടിയ മേൽക്കൈ അഭിമാനത്തോടു കൂടി നമ്മൾ അംഗീകരിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഒരു ഗുരുതരമായ നയതന്ത്ര വീഴ്ചകളാണ് സംഭവിച്ചത്. ആ നയതന്ത്ര വീഴ്ച എന്ന് പറയുന്നത് ഇവിടെ മാത്രം ഒതുങ്ങില്ല. പക്ഷെ തൽക്കാലം നമ്മൾ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് വരുത്തി പറയാം. ഈ ട്രംപിൻ്റെ പ്രഖ്യാപനം മുതൽ, വൈസ് പ്രസിഡന്റ് ഹാൻസിന്റെ ട്വീറ്റ് മുതൽ, അവിടുത്തെ മാർക്കോ റൂബിലയുടെ ഇത് മുതൽ അമേരിക്ക മുഴുവൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഞങ്ങൾ ആണ് ഇതിനകത്ത് ഈ പീസ് ബ്രോക്കർ ചെയ്തതെന്ന് പറയുകയാണ്. അഭിലാഷ് ചോദിച്ച ചോദ്യം, അവിടെയുള്ള ഒരു പ്രശ്നം അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞങ്ങളാണ് പീസ് ബ്രോക്കർ ചെയ്തതെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. ഇവിടെ ഷിനാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ 5:33 തന്നെ ഡൊണാൾഡ് ട്രംപ് സീസ് ഫയർ അനൗൺസ് ചെയ്തുകൊണ്ട് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ഇട്ടു. അത് തന്നെ പിന്നീട് ട്വിറ്ററിൽ വന്നു. അത് തന്നെ JD വാൻസും അതുപോലെ തന്നെ മറ്റ്
പ്രധാനപ്പെട്ട നേതാക്കളും റിപ്പീറ്റ് ചെയ്തു. സ്വാഭാവികമായും ആദ്യം പ്രഖ്യാപിച്ചത് ഇവർ എന്നൊരു പ്രതിച്ഛായ വന്നു. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് തികച്ചും സാധാരണമായ കാര്യമല്ല. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ തർക്കമെടുക്കൂ. ഇപ്പോൾ കാർഗിലിൽ 1999 എങ്ങനെയാണ് കാർഗിലിൽ അവസാനം ഒരു സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ആ കാലത്ത് ബിൽ ക്ലിന്റന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത്? പോട്ടെ, ഏറ്റവും ഒടുവിൽ 2019 ഇന്ത്യ ബലാക്കോട്ട് ആക്രമണം നടത്തുന്ന സിറ്റുവേഷനിൽ ആ കാലഘട്ടത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ലേ? ഇന്ന് ഇപ്പോ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇടപെട്ടത്, അന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നെവർ ഗിവ് ആൻ ഇഞ്ച് ഫൈറ്റിംഗ് ഫോർ ദ അമേരിക്ക ഐ ലവ് എന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലർ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം 2019 ഇടപെട്ടതിന്റെ. അപ്പോൾ രണ്ട് ന്യൂക്ലിയർ നെയ്ബേഴ്സ് തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അമേരിക്ക ഇടപെടുന്നത് എല്ലാ തവണയും പതിവാണ്. ഇത്തവണ അവരത് പുറപ്പുറത്ത് കയറിയെന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. അഭിലാഷ്, അതിൽ തർക്കമില്ല. അഭിലാഷ് സൂചിപ്പിച്ച 1971 ഇന്ദിരാഗാന്ധി പറഞ്ഞല്ലോ, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വേണമെങ്കിൽ പോലും ഞങ്ങളുടെ തീരുമാനം എന്തായിരിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല, ഇല്ലേ? ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കും. ഞങ്ങളെ സഹായിക്കാനാണെങ്കിൽ പോലും ഞങ്ങളുടെ തീരുമാനം എന്തായിരിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അങ്ങ് സൂചിപ്പിച്ച കാർഗിൽ വാറിന്റെ അവസാനം അമേരിക്കയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് വിളിപ്പിക്കുകയാണ്, ഇല്ലേ? പാകിസ്ഥാനെ വിളിപ്പിച്ചു, ഇന്ത്യയെ വിളിപ്പിച്ചു. പാകിസ്ഥാന്റെ പ്രസിഡന്റ് പോയി, പ്രൈം മിനിസ്റ്റർ പോയി. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വാജ്പേയി എന്താ പറഞ്ഞത്? ഞാൻ അങ്ങോട്ടേക്കില്ല എന്നല്ലേ പറഞ്ഞത്, അല്ലെ? 2019 ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ പറയുന്ന ബാക്ക് ചാനൽ ഡിപ്ലോമസിയിലൂടെ ഇന്ത്യയുടെ സുഹൃത്തുക്കൾക്ക് ഇതിനകത്ത് ഇടപെടാം, സംസാരിക്കാം, എല്ലാം ചെയ്യും. പക്ഷെ തീരുമാനം എന്താണെന്ന് പറയാൻ അവർക്ക് എന്താ അവകാശം? ഇന്ത്യയുടെ തീരുമാനം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയുടെ സൈന്യവും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവുമാണ്. അത് പരാജയപ്പെട്ടതോടുകൂടിയാണ് ഇന്ന് ഇത്തരത്തിൽ ലോകത്തിന് മുമ്പിൽ നാണം കെടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത്. അഭിലാഷേ, ഇത് അതിനപ്പുറം വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ കാശ്മീരിനെ സംബന്ധിച്ചോളം പ്രഖ്യാപിത നിലപാട് എന്താ? ആ പ്രഖ്യാപിത നിലപാട് നമ്മൾ മൂന്നാം കക്ഷിയെ അനുവദിക്കില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഭരണകക്ഷികൾ എല്ലാവരും, നമ്മുടെ നേതാക്കന്മാരെല്ലാവരും എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. കാരണം അതിന് പല ഘടകങ്ങളുണ്ട്. കാശ്മീരിനെ ഇന്ത്യയിലുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ ഉള്ള ഘടകങ്ങളുണ്ട്. എന്തുകൊണ്ട് ഹിതപരിശോധന നടത്തിയിട്ടില്ല? ഞാൻ അതിലേക്കൊന്നും കാര്യമായിട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന നിലപാടിന് കൃത്യമായ ചരിത്രത്തിൻ്റെയും അവിടെയുള്ള തന്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടുള്ള നിലപാടുണ്ട്. അതിനെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ അങ്ങ് സൂചിപ്പിച്ച പോലെ ദിവസവും ഇന്ത്യക്ക് പത്രസമ്മേളനം നടത്തേണ്ടി വരിക. ദിവസവും ഇന്ത്യക്ക് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് തള്ളിപ്പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇന്ന് ഇന്ദിരാഗാന്ധിയും വാജ്പേയിയും അതുപോലെ തന്നെ ഐക്യ ഗുജറാൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ധീരമായിട്ടുള്ള നിലപാട് വെച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഒറ്റ ട്വീറ്റ് ചെയ്താൽ പോലെ, പ്ലീസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്, യു ഹാവ് നോ റോൾ ഇൻ ഡിസൈഡിങ് വാട്ട് ഇന്ത്യ ഷുഡ് ഡു എന്നൊരു ഒറ്റ ട്വീറ്റ് ചെയ്താൽ ഈ പ്രശ്നം തീർന്നില്ലേ? എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ട്രംപ് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയും പാകിസ്ഥാനുമായിട്ടുള്ള ട്രേഡ് പോലും വെച്ചുകൊണ്ട് നിങ്ങൾ വെടിനിർത്തിയില്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വ്യാപാരമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്തതെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് ആരാ? നരേന്ദ്രമോദിയല്ലേ? ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യയിൽ ഗീർവാണ് അടിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ നിൽക്കുന്ന, ഇന്ത്യയെ സ്വാധീനിക്കാൻ നിൽക്കുന്ന, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കശ്മീരിന്റെ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അന്താരാഷ്ട്രവൽക്കരിക്കുമെന്നുള്ള പാകിസ്ഥാന്റെ നയം നടപ്പിലാക്കുന്ന ഈ യുദ്ധഘട്ടത്തിൽ പോലും വീറ്റോ പവർ ഉപയോഗിക്കാതെ പാകിസ്ഥാൻ 8,500 കോടി അനുവദിക്കാൻ IMF-ൽ നിന്ന് ആ പ്രസിഡന്റിനോട് മൈൻഡ് യുവർ ബിസിനസ് എന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് നട്ടലിന് ഉറപ്പില്ലെങ്കിൽ അത് ഇന്ത്യയുടെ അഭിമാനം പടയപ്പെടുന്നതാണ്. ഇന്ത്യയുടെ അഭിമാനം പടയപ്പെടുന്നത് ഏതെങ്കിലും വിദേശകാര്യമന്ത്രി വന്നിയല്ല ട്രംപ് നടത്തുന്നതിന് മറുപടി കൊടുക്കേണ്ടത്. ഇന്ത്യയുടെ നേതൃത്വം മറുപടി പറയണം. അത് ചെയ്തിട്ടുണ്ട് പിൽക്കാലത്ത്. ഇന്ദിരാഗാന്ധി ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കൻ മണ്ണിൽ നിന്ന് പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോക രാഷ്ട്രീയം വളരെ വിഭിന്നമായിരുന്നു. അന്ന് ശീതസമരത്തിന്റെ കാലഘട്ടമാണ്. ഇതൊരു ഇരുധ്രുവ ലോകമായിരുന്നു. ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയന്റെ നിർബാധമുള്ള പിന്തുണ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ വീറ്റോ അധികാരം ഉപയോഗിച്ചിരുന്നു. അന്ന് അമേരിക്കയെ ഇന്ത്യക്ക് ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങ് പറഞ്ഞ കാര്യം. പക്ഷേ സോവിയറ്റ് യൂണിയൻ അങ്ങേയറ്റത്തെ പിന്തുണ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. പിന്നീട് ലോകക്രമം മാറി, ഇതൊരു ഏകധ്രുവ ലോകമായി മാറി. സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയായി. ഇപ്പൊ ഇന്ന് നമുക്ക് ആരാണ് പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന പോലെ ഒരു സുഹൃത്ത് എന്ന് പറയാൻ ഇന്ന് ആരുണ്ട് എന്നൊരു പ്രശ്നമുണ്ടല്ലോ അവിടെ. അതിപ്പോ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും. അഭിലാഷ് 30 സെക്കൻഡ് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ വ്യാപാരം നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൽ അതിന് വകവെച്ചു കൊടുക്കാൻ കഴിയുന്നതാണോ? 144 കോടി ജനങ്ങളുള്ള ഇന്ത്യൻ മാർക്കറ്റ് അടച്ചിട്ടാൽ അമേരിക്കക്ക് നിൽക്കാൻ പറ്റുമോ?
അമേരിക്കക്ക് നിൽക്കാൻ പറ്റുമോ? അമേരിക്കക്ക് ഈ 144 കോടിയുടെ മാർക്കറ്റിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും വ്യാപാര യുദ്ധത്തിന്റെ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ഇടവേള ഇപ്പോൾ അനിവാര്യമാണ്. ബിജെപിക്ക് അതിന് മറുപടി ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ ഈ ശരി, ആ കാര്യത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എനിക്കൊരു ഇടവേള കഴിഞ്ഞ് അതിനുശേഷം ചർച്ചയിലേക്ക് ശിവശങ്കർ പെട്ടെന്ന് ആ വിഷയത്തിൽ ഉള്ള ഒരു മറുപടി. ഒന്ന്, എന്തുകൊണ്ട് വളരെ ഓപ്പണായി അമേരിക്കയെ തള്ളി പറയുന്നില്ല? അമേരിക്കയുടെ കാര്യം നോക്കട്ടെ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കിക്കോളാം, പാകിസ്ഥാനുമായി ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചയ്ക്കേ ഉള്ളൂ, അമേരിക്കയുടെ യാതൊരു തരത്തിലുള്ള മധ്യസ്ഥവും ആവശ്യമില്ല എന്ന് കൃത്യമായി ഖണ്ഡിതമായി പേരെടുത്ത് പറയാത്തത് എന്ത് എന്നൊരു വിഷയം. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ ട്രംപും വാൻസും അതുപോലെ തന്നെ മൈക്കോ റൂബിയോയും മാത്രമൊന്നുമല്ല, അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ, ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, പാകിസ്ഥാൻ സൈഡ് പിടിച്ചാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലും. ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് യൂറോപ്യൻ മാധ്യമങ്ങളിൽ പോലും സ്ഥാനമില്ല. യൂറോപ്യൻ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഒക്കെ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമെന്ന് നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യത്തിന് വിഭിന്നമായി അവരവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. എന്തുകൊണ്ട് ഇതിന് മുഖമടച്ചുള്ള മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ ആദ്യം സമയം എടുത്തിട്ടില്ല, അത് കാരണം എനിക്കൊരു അല്പം സമയം തന്നെ, കാരണം ഇത് ചോദ്യം ചെറുതാണെങ്കിലും ദീർഘമായ ഉത്തരം പറയേണ്ടതുകൊണ്ട് ദയവായി അഭിലാഷ് അത് സമയം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും ഇപ്പോൾ അഭിലാഷ് ആദ്യം ചോദിച്ച കാര്യം, അഭിലാഷേ, നമുക്കറിയാം ഇന്ത്യ ഇന്ന് എങ്ങനെയാണ് ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നതെന്ന്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ബോയിങ്ങിൻ്റെയും അതുപോലെ തന്നെയുള്ള മറ്റു പല അമേരിക്കൻ ആയുധങ്ങളും ഇന്ത്യ മേടിക്കാതെ, അതുപോലെ S-400 അതുപോലെ തന്നെ റഫേലും എല്ലാം മേടിച്ചപ്പോൾ എങ്ങനെയാണ് അമേരിക്കൻ യുദ്ധതന്ത്രങ്ങളും അവരുടെ രാഷ്ട്രീയ ആയുധമായി തന്നെ മാധ്യമങ്ങളെയും ഉപയോഗിച്ചതെന്നും നമുക്കറിയാം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും മിറാഷും അതുപോലെ തന്നെ S-400ഉം റഫാലും ഫ്രാൻസിൻ്റെ റഫാലും അടക്കം വാങ്ങിക്കുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യവും തങ്ങളുടെ ബിസിനസ് താല്പര്യവും സംരക്ഷിക്കുവാൻ അമേരിക്കയിലെ, പ്രത്യേകിച്ച് നമുക്കറിയാം അവിടുത്തെ യുദ്ധതന്ത്രങ്ങളുടെ വിൽപ്പനക്കാരും അവിടുത്തെ മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധമൊന്നും ഞാൻ നീട്ടിവലിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്തരം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് റിപ്പോർട്ടിംഗ് ചെയ്യരുത്, അത് വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയമായ എക്സ്പ്ലനേഷൻ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ നടത്തരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഇന്നലെയൊക്കെ ചൈനീസ് ഡിഫൻസിൻ്റെ സ്റ്റോക്ക് കുതിച്ചുയർന്നു എന്ന് പറഞ്ഞാൽ ചില മലയാളം മാധ്യമങ്ങളും കൂടി ഉണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, പക്ഷേ ചില മാധ്യമങ്ങൾ ചൈനീസ് ഡിഫൻസ് സ്റ്റോക്ക് ഹാസ് ബീൻ റേസ് ആൻഡ് അലോട്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ ചെയ്യുന്നു. ഇന്ന് സത്യസന്ധമായ വാർത്ത കൃത്യമായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിദേശ മാധ്യമങ്ങളെ അല്ലെങ്കിൽ അമേരിക്കൻ മാധ്യമങ്ങളെ, ചില യൂറോപ്യൻ മാധ്യമങ്ങളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു സൈനിക ശക്തിയെക്കുറിച്ചും അതിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും വിലയിരുത്തരുത്. നമ്മൾ സത്യസന്ധമായി ഈ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ സൈന്യത്തിൻ്റെയും ഇവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരുടെയും അവരുടെ എക്സ്പെർട്ടൈസിൻ്റെയും കാര്യങ്ങൾ മാത്രം എടുക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, നമ്മൾ ചരിത്രം ഒന്നുകൂടി ആലോചിക്കണം. കോൺഗ്രസിൻ്റെ ചരിത്രം എന്തായിരുന്നു? അവർ എന്നാണ് സൈന്യത്തെയും ഇന്ത്യൻ ചരിത്രത്തെയും ഇന്ത്യൻ സൈന്യാധിപരെയും വിശ്വസിച്ചിട്ടുള്ളത്? കാർഗിൽ വാർ നടന്നപ്പോൾ അവരെന്താണ് പറഞ്ഞത്? കാർഗിൽ വാർ പറഞ്ഞപ്പോൾ അവർ ഈ രാജ്യത്തിനെയും രാജ്യത്തിൻ്റെ സൈന്യത്തിനെയും എതിരെ പറഞ്ഞത് നമ്മൾ മറന്നുപോയോ? പുൽവാമ അറ്റാക്ക് നടന്നപ്പോൾ എന്താണ് പറഞ്ഞത്? അത് സൈന്യമല്ല, അത് മറ്റൊരു രാഷ്ട്രമല്ല, തീവ്രവാദികളല്ല, അത് നടത്തിയത് BJP ആണ്, നരേന്ദ്രമോദിയാണ് എന്ന് വരെ പറഞ്ഞില്ലേ? അതിനുശേഷം ബാരാക്കോട്ട് അക്രമം നടന്നപ്പോൾ അതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ച നേതാവിൻ്റെ പേര് ഞാൻ പറയണോ? അപ്പം നിരന്തരമായി സൈന്യം എന്തു പറഞ്ഞാലും ഈ രാജ്യത്തിന് അനുകൂലമായ ഒരു കാര്യവും തങ്ങളുടെ ഏക നേതാവായ അല്ലെങ്കിൽ കുടുംബാധിപനായ ആ വ്യക്തി മുതൽ താഴെ ഇങ്ങേ അറ്റത്ത് മാതൃഭൂമിയിലിരിക്കുന്ന കോൺഗ്രസ് നേതാവ് വരെ പറയില്ല എന്നുള്ള വാശിയുടെ ചരിത്രം നമ്മൾ എത്ര തവണ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന രാഷ്ട്രീയ ചരിത്രമല്ല ഇന്ന് രാജ്യത്തുണ്ടാകുന്നത്. ശശി തരൂർ എത്ര മാന്യമായിട്ട് പറഞ്ഞു, 1975 പറയുന്ന യുദ്ധമോ അല്ലെങ്കിൽ പ്രവൃത്തിയോ അല്ല ഇന്ന് ലോകത്തുള്ളത്. ആ കാലം മാറിയിരിക്കുന്നു. ഇന്ന് യുദ്ധത്തിൻ്റെ തന്നെ തന്ത്രങ്ങളും അതുപോലെ തന്നെ യുദ്ധമുഖങ്ങളും എല്ലാം മാറിയിരിക്കുന്നു. അതിന് സൈനിക മുഖമുണ്ട്, അതിന് ഒരു മറ്റുള്ള തരത്തിലുള്ള ഈ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട്. ആ കാര്യം തന്നെ നോക്കൂ. ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാൻ യുദ്ധത്തിനിറങ്ങിയപ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ നമുക്കറിയാം 1 or 2 രാജ്യങ്ങൾ, ഒരു OPEC രാജ്യങ്ങളോ അല്ലെങ്കിൽ ഓയിൽ പ്രൊഡ്യൂസ് രാജ്യങ്ങളോ മുസ്ലിം രാജ്യങ്ങളോ പോലും ഇല്ല എന്നുള്ള ഒരു തന്ത്രപ്രധാനമായ രീതിയിലേക്ക് ഇന്ന് ഒരു രാജ്യമായിട്ടുള്ള മറ്റുള്ള ബന്ധം മാറിയില്ലേ? അതെന്തുകൊണ്ടാണ്? ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ പൊഖ്റാനിലെ അണുബോംബ് സ്ഫോടനം നടത്തി, പരീക്ഷണം നടത്തി. അന്ന് ഇതേ കോൺഗ്രസിൻ്റെ നേതാക്കൾ നമ്മളോട് എന്താ പറഞ്ഞത്? അമേരിക്ക ശങ്കിച്ചിരിക്കുന്നു, അമേരിക്ക ദേഷ്യപ്പെട്ടിരിക്കുന്നു, അമേരിക്ക ഇതാ നമ്മളോടുള്ള എല്ലാ നിയന്ത്രണങ്ങളും കടുപ്പിക്കാൻ പോകുന്നു, നമ്മൾ പട്ടിണിയിലാവുമെന്ന് പറഞ്ഞതല്ലേ ജയറാം രമേശ് അടക്കം അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ. അന്ന് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവിടെ ചാനലിരുന്നും പറഞ്ഞല്ലോ, ഇതാ ഇന്ത്യ പൂർണ്ണമായ പട്ടിണിയിലേക്ക് പോകുന്നു, അമേരിക്കൻ താല്പര്യങ്ങളെ സംരക്ഷിക്കും
സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണെന്ന് പറഞ്ഞ് ഭീഷണി മുടക്കിയതല്ലേ ഇവരും. അപ്പോൾ പൊക്രാന്റെ കാലഘട്ടത്തിൽ സൗമ്യനായ അടൽജിയെ പോലും നിരന്തരമായി രാഷ്ട്രീയമായി ആക്രമിക്കുകയും ഇത് രാഷ്ട്രീയമല്ലെന്നും ഇത് യഥാർത്ഥത്തിലുള്ള ഭാരത സ്നേഹമല്ലെന്നും ഇന്ത്യയെ തകർക്കുവാൻ പോകുകയാണെന്നും പട്ടിണിയിലെക്കുവാണെന്നും എന്നല്ലേ ഇവർ നിരന്തരമായി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇവരുടെ രാഷ്ട്രബോധം അല്ലെങ്കിൽ ഇവരുടെ രാജ്യസ്നേഹം ഇവർക്കെന്നും ഓരോ കാലഘട്ടത്തിൽ ഇന്ത്യയെ തകർക്കുവാനും ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നാണം കെട്ട പ്രധാനമന്ത്രി എന്ന് വിളിക്കുമ്പോൾ ഇവർക്ക് എന്തോ പ്രത്യേക ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലുള്ള ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള മര്യാദഘട്ട ഭാഷ അത് നിരന്തരമായി പ്രധാനമന്ത്രിക്കെതിരെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിന് ഗുണം കിട്ടുന്നു അല്ലെങ്കിൽ അവരുടെ ഉയർച്ച കിട്ടുമെങ്കിൽ അതായിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇത് കാണുന്ന ജനങ്ങൾക്കറിയാം ഇവർ നിരന്തരമായി ചെയ്ത ചരിത്രം, ഇവരുടെ ഭാഷ നിരന്തരം എന്നെങ്കിലും ഭാരതം ഉയർന്നിക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിരന്തരമായി ഇത്തരത്തിലുള്ള BJP സർക്കാരിനെ അല്ലെങ്കിൽ മറ്റുള്ള സർക്കാരിനെ തകർക്കുന്ന അല്ലെങ്കിൽ നാണം കെടുത്തുന്ന രീതിയെ തന്നെയാണ് ഇവർ പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പണ്ട് നമുക്കൊരു ചരിത്രമുണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങൾ നടന്നപ്പോൾ അടൽ ബിഹാരി വാജ്പേയി പ്രതിപക്ഷ നേതാവിനെയാണ് പണ്ട് വിദേശത്തേക്ക് UN-ലേക്ക് അന്നത്തെ പ്രധാനമന്ത്രി അയച്ചത്. ഇന്ന് അയച്ചിരുന്നെങ്കിൽ അത് തന്നെ പാകിസ്ഥാന് പൂർണ്ണമായ അവകാശവാദം ഉന്നയിക്കുവാനുള്ള കാരണങ്ങളാവില്ലേ? ഇവരുടെ ട്വീറ്റുകൾ തന്നെയല്ലേ ഇന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ട്വിറ്റർ തന്നെയല്ലേ പലപ്പോഴും പാകിസ്ഥാൻ ആഘോഷിച്ചതും അവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറപ്പെടുവിച്ചതും. അപ്പോൾ ഇത്തരത്തിലുള്ള നരേറ്റീവ് വാറിന് ഇവർ തന്നെ ആയുധങ്ങളാക്കുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിരന്തരമായി ഇവർക്ക് ചില താല്പര്യങ്ങൾ, ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ വരെ തകർക്കുന്നു. ഇവരുടെ ഭാഷ സൂക്ഷിക്കണം. ഇവർക്ക് രാഷ്ട്രീയമായ നേട്ടം കിട്ടുവാൻ, ഒരു MLA സ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടിയിട്ട് ഇവർ രാജ്യത്തെ നിരന്തരമായി ഒറ്റുകൊടുക്കുന്നു. ഈ കോൺഗ്രസിന്റെ ചരിത്രമായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എക്സ്പ്ലനേഷനിൽ നിന്നും. ശരി, ശ്രീ മോഹനൻ പിള്ള, പാകിസ്ഥാനിൽ നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന വാർത്ത 11 പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 5 പേർ അവരുടെ PAF-ന്റെ എയർഫോഴ്സ് പൈലറ്റുമാരാണ്. സ്വാഭാവികമായും ഇന്ത്യൻ വ്യോമാക്രമണത്തിന്റെ ശക്തി വിളിച്ചു പറയുന്നതാണ്. IAF-ന്, ഇന്ത്യൻ എയർഫോഴ്സിന് ഒരാളെ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പാകിസ്ഥാന് 5 വൈമാനികരെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് വലിയ സഫറിംഗ് ഉണ്ടായിട്ടുണ്ട് സൈനികമായി തന്നെ എന്നതിൻ്റെ സൂചനയാണ്. ഇന്ത്യയിൽ സൈനികർ മരിച്ചിട്ടുള്ളത് ക്രോസ് ബോർഡർ ഫയറിങ്ങിലാണ്, നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയും റഫാലിനെ സംബന്ധിച്ച് നേരത്തെ സംയുക്ത സൈനിക വാർത്താ സമ്മേളനത്തിൽ റഫാലിനെ സംബന്ധിച്ച് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒഫീഷ്യൽ വിശദീകരണം ഒരു യുദ്ധമാകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധ സാഹചര്യത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നുള്ളതാണ്. റഫാൽ വീണിട്ടില്ല എന്ന് ഖണ്ഡിതമായി ഇന്ത്യ എവിടെയും പറയുന്നില്ല. ഇപ്പോൾ ആഗോള മാധ്യമങ്ങളിൽ ചൈനീസ്, പാകിസ്ഥാൻ പ്രൊപ്പഗാൻഡ മാധ്യമങ്ങളെ വിടൂ, CNN പോലെ അല്ലെങ്കിൽ റോയിറ്റേഴ്സ് പോലെയുള്ള ആഗോള മാധ്യമങ്ങളിൽ തന്നെ ഈ 2 പ്രധാനപ്പെട്ട മൈറ്റി ഫോഴ്സുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ 2 പക്ഷത്തെയും നഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ ചൈനയുടെ കാര്യമുണ്ടല്ലോ. അപ്പോൾ ചില മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് സോൺഗാങ് ഷാങ്ക എന്ന് പറയുന്ന ചൈനയുടെ ഈ J-10 ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുടെ P-15 മിസൈലാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളതും. കമ്പനിയുടെ ഓഹരി മൂല്യം 7% ഉയർന്നെന്നും ഇന്ത്യയുടെ റഫാൽ നിർമ്മിക്കുന്ന ദസോ ഏവിയേഷന്റെ ഷെയറുകൾ 4% താണു എന്നൊക്കെയാണ്. ഈ ഓഹരി കമ്പോളത്തിലെ ഉയർച്ച താഴ്ചകൾ എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ ചൈനീസ് ഗ്ലോബൽ ടൈംസ് ഒക്കെ അവകാശപ്പെടുന്നത് J-10 ഉപയോഗിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ J-50 ആണുള്ളത്, അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയാണ്. ഈ പറയുന്ന സൈനിക സന്നാഹങ്ങളുടെ അതുപോലെ തന്നെ സൈനിക ഉപകരണങ്ങളുടെ ഒക്കെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ ഇന്ത്യ, പാകിസ്ഥാൻ 2 രാജ്യങ്ങൾ ശരിക്കും നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാനേക്കാൾ ഫാർ ബെറ്റർ പവർ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ വന്നപ്പോൾ വി ആർ ദ ബെസ്റ്റ് എന്നൊരു നറേറ്റീവ് കൊടുക്കാൻ പരാജയപ്പെട്ടോ? എന്ത് തോന്നുന്നു അക്കാര്യത്തിൽ? ഒന്നാമത് ഇത് ശത്രു രാജ്യത്തിലെ ട്രൂപ്സിൻ്റെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ബാറ്റിൽ ഡാമേജ് അസസ്മെൻറ്റ് അത് കൃത്യമായിട്ട് ഇതുവരെ അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. ഒരു ക്ലാഷ് ഉണ്ടാകുമ്പോൾ ബാറ്റിൽ ഡാമേജ് അസസ്മെൻറ്റ് ഓപ്പണായിട്ട് വരേണ്ടതാണ്, 2 രാജ്യങ്ങളും പറയേണ്ടതുമാണ്. അത് സ്വാഭാവികമായിട്ടും അവർ എല്ലായ്പ്പോഴും ലോ ആക്കി പറയും. പിന്നെ അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ വിത്ത് പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ അവർ ഇത് ചെയ്യാറുണ്ട്. രണ്ടാമത് റഫേലിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ റഫേൽ നോട്ട് സർട്ടൺ ബട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ബട്ട് ദ പോയിന്റ് ഈസ് ദാറ്റ് ഐ ആം പ്രിസ്യൂമിങ്, ഞാൻ വിചാരിക്കുന്നത് അത് മേ ബി ഡ്യൂ ടു ദ ടെക്നിക്കൽ സ്നാഗ്. അതായത് റഫേൽ അവിടെ പോയിട്ടുണ്ടല്ലേ, റഫേൽ അവിടെ ഡാമേജ് ആയിട്ടുണ്ട് എന്നെങ്കിൽ വേർ ഇസ് എ പൈലറ്റ്, ദേ ആർ ഒരു പൈലറ്റിനെ പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ദാറ്റ് മേ ബി ബിക്കോസ് ഓഫ് നമ്മുടെ ബോർഡറിൽ തന്നെ ഇജക്റ്റ് ആയിട്ടുണ്ടാവാം. ഒരു ഓപ്ഷനുണ്ട്, പൈലറ്റ് ഇജക്റ്റായി സേഫായിട്ട് നമ്മുടെ ബോർഡറിൽ തന്നെ ഉണ്ടാവാം, ക്രോസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ ഫയറിങ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം സംഹൗ
നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടാവും. പക്ഷേ റഫേൽ ഒരു പക്ഷേ അതിതുവരെ കൺഫേം ആയിട്ടില്ല, ബട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അത് ദാറ്റ് ഈസ് അനദർ ഓപ്ഷൻ. പിന്നെ ഇതിനകത്തുള്ള കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ചർച്ചകളിലുള്ള ഒരു കാര്യം, ഒന്ന് 1:1 ക്വസ്റ്റ്യൻ ഗോസ് ടു രാജു പി നായർ ആൻഡ് അതർ ഗോസ് മിസ്റ്റർ PR ശിവശങ്കർ. അതായത് ആസ് എ ഡിഫൻസ് പേഴ്സണൽ എന്നുള്ളത് രീതിയിൽ പറഞ്ഞാൽ PR ശിവശങ്കർ ജിയോട് എനിക്ക് പറയാനുള്ളത് കാര്യം, നമ്മൾ ഇപ്പോൾ എപ്പോഴും ദ റൂളിംഗ് BJP ഈസ് ഓൾവേസ് സേയിങ് വാട്ട് യു പീപ്പിൾ ഹാവ് ഡൺ ഇൻ യുവർ ടൈം ഫോർ ദ ലാസ്റ്റ് 20 years or 25 years or so. അതിനുള്ള ഒറ്റ ആൻസറാണ്, നമ്മളിപ്പോൾ ഈ ലെവലിൽ ഫൈറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയത് ബിക്കോസ് അന്ന് നമ്മൾ യുദ്ധത്തിന് പോയിട്ടില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു, ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. നമ്മൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലായിരുന്നു നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സെക്കൻഡ്, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കേപ്പബിളായിട്ട് ലോകത്തെ നേരിടാൻ. അല്ലാതെ എല്ലാവർക്കും അറിയാം, 1 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ഒരു രാജ്യം കേപ്പബിൾ ആവില്ല, ഒരു ബാറ്റിൽ എഫക്റ്റീവ്നെസ് വരില്ല, ട്രൂപ്സിനെ ആ ഡെവലപ്പിൽ വരില്ല, അതുപോലെ ഇത്രയും എക്സ്പീരിയൻസ് വരില്ല എന്നുള്ളത്. ആൻഡ് അതർ തിങ് ഗോസ് ടു മിസ്റ്റർ രാജു പി നായർ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പല പല കാര്യങ്ങളിലും വളരെയധികം ഡ്രോബാക്സ് ഉണ്ടെന്ന് നേരത്തെ റൂളിംഗ് പാർട്ടി അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് ഓപ്പണായിട്ട് തന്നെ. ഒരു ട്രൂപ്സിൻ്റെ മൊറാലാണെങ്കിലും പർച്ചേസ് ആണെങ്കിലും അതൊക്കെ ആംസ് ഡീലാണെങ്കിലും ആംസ് പർച്ചേസ് ആണെങ്കിലും ഒന്നും സമയത്തിന് നടന്നിട്ടില്ല എന്നൊരു ഒരു പ്രൊജക്ഷൻ ഉണ്ടായി. അത് കറക്റ്റാണ്, അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ ഒരൊറ്റ കാര്യം വെക്കുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ദ പ്രസന്റ് ഗവൺമെന്റ് ഈസ് ഡൂയിങ് എ ഫണ്ടാസ്റ്റിക് ജോബ്. വി ഹാവ് ടു അഡ്മയർ ദാറ്റ് ബിക്കോസ് സിറ്റുവേഷൻ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ദേ ആർ ഇൻ എ പൊസിഷൻ ടു ഡു എ ഗുഡ് ജോബ്. ആ ഒരു രീതി വെക്കുമ്പോൾ പഴയതിനെ വീണ്ടും ആ രീതിയിൽ നമ്മൾ കണ്ടാൽ മതി, അതാണ് പറയുന്നത്. പിന്നെയുള്ള ഒരൊറ്റ കാര്യമെന്ന് പറഞ്ഞാൽ, അതായത് US-ൻ്റെ ട്രംപ് എഗെയിൻ ആൻഡ് എഗെയിൻ ഈ ട്രംപ് ഫാക്ടർ വരുന്നത് എന്താണെന്നറിയുമോ? ഈ ട്രംപ് ഫാക്ടർ വരുന്ന ട്രംപിന് എല്ലാ ദിവസവും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എവറി ഡേ. എന്താണ് അതിൻ്റെ കാര്യം? പുള്ളിക്കാരൻ ഇതിനകത്ത് ഒരു റോളുണ്ട്. ഞാനിവിടെ ഉണ്ട് എന്നുള്ള മമ്മൂഞ്ഞിൻ്റെ, എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവമാണ്. ഞാനിവിടെ ഉണ്ട്. നമ്മുടെ ശത്രുരാജ്യം ഇൻട്രസ്റ്റഡ് ആയിരിക്കും, അവരോട് സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ രണ്ടു കൂട്ടർ തമ്മിലുള്ള ഒരു പ്രശ്നം, ഇന്ത്യയും ടെററിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ട്രംപ് ടെററിസ്ഥാനോട് മാത്രം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പാർട്ടാവുകയാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇൻ്റർഫിയർ ചെയ്യുന്നു. അതിൻ്റെ കാരണം വളരെ സ്പഷ്ടമാണ്. കാര്യം, ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനെ മോൾഡ് ചെയ്ത് ഈ ലെവലിൽ എത്തിക്കാൻ USSR വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെയാണ് ടെററിസ്ഥാനെ US വളർത്തിക്കൊണ്ടുവന്ന ഒരു ലെവലാക്കിയത്. അതിനുശേഷം അവിടെ ഒരു മേജർ ചേഞ്ച് ഉണ്ടായി. ഒരു ചൈനയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ടെററിസ്ഥാൻ കംപ്ലീറ്റ് പർച്ചേസ് ഓർ മാക്സിമം പർച്ചേസ് ഒക്കെ ചൈനയിൽ നിന്നാക്കി. കഴിഞ്ഞപ്പോൾ ഈ സിന്ദൂറിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉള്ളവർ തന്നെ ബഹളമായി. നമ്മുടെ വെപ്പണെല്ലാം എഫക്റ്റീവ് ആവുന്നില്ല, നമ്മൾ എങ്ങോട്ട് പോകുന്നു? അമേരിക്ക അതായത് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുക. കാര്യം ദേ കെയിം ടു നോ ചൈനീസ് ഐറ്റംസ് എന്ന് പറയുന്നത്, പർച്ചേസ് എന്ന് പറയുന്നത് വൃതാവിലായി. അപ്പോൾ അവിടുത്തെ ഒരു ജനരോഷമുണ്ട്. അവിടെയുള്ളവർ ഇനിയും ചൈന പർച്ചേസ് ചെയ്യാൻ ഒരു കാരണവശാലും ഇൻട്രസ്റ്റ് കാണിക്കില്ല. അന്നേരമാണ് US-ൻ്റെ റോള് എഗെയിൻ ബാക്ക് ടു, അതായത് ടെററിസ്ഥാന് കൂടുതൽ വെപ്പൺ സപ്ലൈ ചെയ്യാം, എഫക്റ്റീവ് വെപ്പൺ സപ്ലൈ ചെയ്യാം. അത് അന്നേരം തന്നെ ട്രംപ് ഡയലോഗ് പറയുകയും ചെയ്തു, ബോത്ത് ആർ മൈ ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ഹാവ് ട്രേഡ് വിത്ത് ബോത്ത് ദ കൺട്രീസ്, രണ്ട് രാജ്യങ്ങളുമായിട്ടും. അതാണ് ഇതിനകത്ത് ഹിഡൻ മോട്ടീവ് എന്ന് പറയുന്നത്. അവരുടെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇതിനകത്ത് 100% ഉണ്ട്. അതുപോലെ ചൈനയുടെ ദുരുദ്ദേശം വേറെയാണ്. കാര്യം, ചൈന ഒരു രാജ്യവുമായിട്ടും 62-ന് ശേഷം യുദ്ധം ചെയ്തിട്ടില്ല. ഇന്ത്യയുമായിട്ട് മാത്രം 62-ൽ യുദ്ധം ചെയ്തേ ഉള്ളൂ. അല്ലാതെ അവരുടെ വെപ്പൺ സിസ്റ്റം ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു അവസരം അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇത് ഒരു അവസരം കിട്ടി, ആ ഒരു രീതിയിൽ അതിനെ കാണുന്നു. അപ്പോൾ ഇനി അവർ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള വെപ്പണറി സിസ്റ്റം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കും. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒക്കുപ്പൈഡ് കാശ്മീരിൽ നമ്മളുടെ ട്രൂപ്സിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ബോർഡറിലെ ഒരു ബെയർ മിനിമം ഒരു സ്റ്റാൻഡേർഡ് നോംസ് ഉണ്ട്, ഇത്ര പേരേ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഓഫ് ട്രൂപ്സ് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ പറ്റില്ല. ഡിഫൻസ് ഡിപ്ലോയ്മെന്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കണ്ടീഷൻ അനുസരിച്ചിട്ട്. നൗ വി ക്യാൻ ഡു മാക്സിമം ട്രൂപ്സ് ഡിപ്ലോയ്മെന്റ് ഇൻ ഒക്കുപ്പൈഡ് കാശ്മീർ. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇൻഫിൽട്രേഷൻ കുറയും, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കുറയും. അതൊരു മേജർ പോയിന്റാണ്. പിന്നെ അഭിലാഷേ, ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ സിന്ധു റിവർ ഡിപ്ലോമസി, വാട്ടർ ഡിപ്ലോമസി എന്ന് പറയുന്നത്, അതിനകത്താണ് ഇനി US ഇന്റർഫിയർ ചെയ്യാൻ പോകുന്നത്. കാര്യം, ടെററിസ്ഥാൻ വിൽ പുട്ട് ദാറ്റ് പോയിന്റ് saying that no, they cannot afford that. ഒരു കാരണവശാലും അതിനെ അവർക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചർച്ച വിൽ ബിക്കം എ ഡെഡ് ലോക്ക്. അത് ഡെഡ് ലോക്ക് ആവും ഇൻ ഫ്യൂച്ചർ ഓൺ ദാറ്റ് പോയിന്റ്.
അന്നേരം നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകുവാൻ പാടില്ല ഒരു കാരണവശാലും. ആ ഒരു പോയിന്റിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട്, സോ ഫാർ വി ആർ വെരി സ്ട്രോങ്, വി ആർ ഗിവിങ് എ വെരി ഗുഡ് ലെസൺ ടു ദം. അപ്പം നമ്മളത് സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് 100% ഉണ്ട്. വീണ്ടും ദാറ്റ് മീൻസ് ഈ ഏഷ്യൻ കോണ്ടിനെന്റിൽ വേൾഡിൽ തന്നെ ഒരു യുദ്ധം എങ്ങനെയെന്നുള്ളതും ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ കണ്ടു. പാലസ്തീനിലും അതുപോലെ തന്നെ ഇസ്രയേലും ഒക്കെ ചെയ്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒരു മാസീവായിട്ട് അങ്ങ് പോവാണ്. ഒരു ബോംബാർഡ്മെന്റിൽ 2 ടെററിസ്റ്റിനെ കിട്ടും, 250 സിവിലിയൻ കാഷ്വാലിറ്റീസാണ് വരുന്നത്. വാട്ട് അബൌട്ട് ദിസ്? നമ്മൾ ലോകത്തിനെ യുദ്ധം എങ്ങനെ ചെയ്യണമെന്നല്ല, എങ്ങനെ ടെററിസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യണം, ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്തു. അതാണ് ഇതിനകത്തെ ഒരു മേജർ വിക്ടറി. എൻ്റയർ വേൾഡ് വാസ് വാച്ചിങ് ദാറ്റ്. അതാണ് പറഞ്ഞത്. മറ്റുള്ളവരൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാന്നല്ല പറയുന്നത്. ദേ വിൽ ജസ്റ്റ് പുട്ട് എ ബോംബാർഡ്മെന്റ്, ഹെവി ബോംബാർഡ്മെന്റിൽ മാക്സിമം കാഷ്വാലിറ്റിയാണ്, എവിടെ വേണമെങ്കിലും എടുത്തോളൂ. പക്ഷേ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു, വി ആർ ഹിറ്റിംഗ് ദ ടാർഗറ്റ്. അത് എങ്ങനെയാണ് ഒരു എഫക്റ്റീവ്? അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ദ ഹൈബ്രിഡ് വാർഫെയർ നമ്മൾ തുടങ്ങി വെച്ചു. ന്യൂ കൺസെപ്റ്റ് വിച്ച് ഈസ് കോൾഡ് ദ ഹൈബ്രിഡ് വാർഫെയർ. അതാണ് ഇന്ത്യ തുടങ്ങി വെച്ചതിന്റെ ഏറ്റവും മെറിറ്റ് ഈ സിന്ദൂർ കൊണ്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കി. ശരി, ഓക്കെ. ഇവിടെ ശ്രീ രാജു പി നായർ, ഒന്ന്, പാകിസ്ഥാനിലെ 9 ടെററിസ്റ്റ് ലോഞ്ച് പാഡുകളാണ് ഇന്ത്യ തകർത്തിട്ടുള്ളത്. ഇപ്പോൾ മുരീദ്കയിലെ മർക്കസ് തൊയ്ബെ ആണെങ്കിലും ഭഗവൽപൂരിലെ മർക്കസ് സുബനലെ ആണെങ്കിലും അക്കാര്യത്തിൽ ഒരു ലോകരാജ്യത്തിനും സംശയമുണ്ടാകില്ല. വളരെ കൃത്യമായി ടാർഗറ്റുകൾ ഐഡന്റിഫൈ ചെയ്യുകയും അവിടെ കൊടും ഭീകരരായ 9 പേരെ കൊല്ലാൻ കഴിയുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഭീകരവാദത്തിന്റെ ചരിത്രമെടുത്താൽ തന്നെ വലിയ നേട്ടമാണ്. അതാണ് ഭീകരവാദികളെ മടയിൽ പോയി കൊല്ലുന്നു എന്നൊക്കെയുള്ള പ്രഖ്യാപനത്തിന്റെ കാരണം. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം, എപ്പോഴൊക്കെ ഭീകരാക്രമണം ഉണ്ടായോ അപ്പോഴൊക്കെ തിരിച്ചടി ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതായത് ഭീകരാക്രമണത്തെ, ഇന്ത്യയുടെ ടെറിട്ടറിയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളെ പാകിസ്ഥാൻ ഒരു മിലിറ്ററി ആക്ഷനായി കാണുകയും പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അതിപ്പോൾ എന്ത് സീസ് ഫയറും അതിന് ബാധകമല്ല. ഇങ്ങോട്ട് ഇന്ത്യൻ സിവിലിയൻസ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ അതിനുള്ള തിരിച്ചടി പാകിസ്ഥാനിൽ സൈനികമായി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇതൊരു ന്യൂ നോർമൽ സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ന്യൂ ഇന്ത്യയാണ്. പ്രധാനമന്ത്രി പറയുന്നു, ഇതാണ് ഇന്ത്യയുടെ ന്യൂ പോളിസി, ഇതാ ഒരു ലക്ഷ്മണ രേഖ വരച്ചിരിക്കുകയാണ്, അത് ക്രോസ് ചെയ്താൽ തിരിച്ചടി കിട്ടുമെന്ന്. അതിൽ കുഴപ്പമുണ്ടോ? ഞാൻ അതിലേക്ക് എത്താൻ മുമ്പ് 1-2 കാര്യങ്ങൾക്ക് മറുപടി ഉണ്ട്. ബഹുമാനായ രാഷ്ട്രീയ നിരീക്ഷകൻ അല്പനേരം മുമ്പ് പറഞ്ഞ കോൺഗ്രസ് പരിശോധിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ്. അതിനകത്ത് കോൺഗ്രസിന്റെ മുൻകാല കാര്യങ്ങളിൽ പിഴവുകളുണ്ടെങ്കിൽ ആ പിഴവുകൾ ചർച്ച ചെയ്തും മനസ്സിലാക്കിയും മുന്നോട്ട് പോകാനും തയ്യാറാണ്. അത് ആ സഹിഷ്ണുതയോട് തന്നെ അംഗീകരിക്കുന്നു. പിന്നെ ശ്രീ ശിവശങ്കറിനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് ഈ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കീഴിൽ വന്നിട്ട് ഈ മുഖമില്ലാതെ വരുന്ന ഫേക്ക് അക്കൗണ്ടുകളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് മുകളിലേക്ക് ഒരു സംവാദകനായി മാറണം. ഞാൻ MLA സീറ്റിന് വേണ്ടിയിട്ട് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള തരംതിരിഞ്ഞ ഈ ഫേക്ക് അക്കൗണ്ടുകളാണ്. ആ രാഷ്ട്രീയത്തിൽ അങ്ങ് അകപ്പെട്ടു പോരുത്. കുറച്ചുകൂടി ഒരു സംവാദകനായിട്ട് അങ്ങ് മാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. പിന്നെ ഞാൻ പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തിയ ഭാഷ, ആ ഭാഷയ്ക്ക് അങ്ങേക്ക് പ്രശ്നമുണ്ടെങ്കിൽ അങ്ങ് ആദ്യം പോയിട്ട് നരേന്ദ്രമോദിയോട് പറയണം. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറയാൻ പറ്റിയ വാക്കുകൾ അങ്ങ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇനി രാജു പി നായർ പറഞ്ഞതിൽ ഞങ്ങൾക്ക് പരിഭവിക്കാൻ കഴിയുമോ നോക്കണം. എന്താ, കച്ചിൽ നിന്ന് കിലോമീറ്ററുകളൊക്കെ പാകിസ്ഥാന്റെ ബോർഡറിൽ നിന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച വാക്കെടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്രമിച്ച ദേശവിരുദ്ധന്റെ പേരാണ് നരേന്ദ്രമോദി. അല്ലേ? നിങ്ങൾ ഇത് ദേശവിരുദ്ധമായിട്ടാണ് കണക്കാക്കിയെങ്കിൽ ആ ദേശവിരുദ്ധനാണ് നരേന്ദ്രമോദി. പിന്നെ സൈന്യത്തെ അപമാനിക്കും. ഞങ്ങൾ എവിടെയാ സൈന്യത്തെ അപമാനിച്ചത്? ഞങ്ങൾ ഒരു കാലത്തും സൈന്യത്തെ അപമാനിച്ചിട്ടില്ല. സൈന്യത്തെ അപമാനിച്ചതെല്ലാം നിങ്ങളാണ്. ദാ ഇന്ന് മധ്യപ്രദേശിലെ നിങ്ങളുടെ ഒരു മന്ത്രി പറയുകയാണ്, സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ഭീകരവാദികളുടെ സഹോദരിയെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചു. സോഫിയ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരിയാണോ? അവരുടെ പേര് കൊണ്ടാണോ സഹോദരിയാവുന്നത്? സോഫിയ ഖുറേഷിക്ക് താൻ മുസ്ലിം ആണെന്നും താൻ ഇന്ത്യൻ ആണെന്നും പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? ആ സൈന്യത്തെ അപമാനിച്ച നിങ്ങളല്ലേ? പിന്നെ ഏത് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഈ കൈക്കൂലി വാങ്ങുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ പിടിയിലായത്? ബംഗാളൂർ ഇലക്ഷൻ എന്ന് പറയുന്ന BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സൈനിക ഇടപാടിന് കൈക്കൂലി മേടിക്കുന്ന സ്റ്റിംഗ് ഓപ്പറേഷനിൽ പെട്ട് 4 വർഷം കഠിന തടവിന് ശിക്ഷിച്ചതല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏതെങ്കിലും പ്രസിഡന്റ് ശിക്ഷിച്ചിട്ടുണ്ടോ? BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് സൈന്യത്തെ വിറ്റതിന്റെ പേരിൽ ജയിലിൽ പോയി കിടന്നത്. എന്നിട്ട് സൈന്യത്തെ അപമാനിക്കുന്ന കാര്യം പറയാണല്ലേ? പുൽവാമ, ആരാ മിസ്റ്റർ പുൽവാമയെ കുറിച്ച് പറഞ്ഞത്? ഇന്നും നിങ്ങൾ BJPയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലാത്ത ജമ്മു കാശ്മീരിലെ മുൻ ഗവർണറായിരുന്ന സത്യേന്ദ്ര മാലിക്കലെ പറഞ്ഞത് ഇന്നും BJPക്കാരനാണ്. പറയാൻ പറ്റുമോ? അപ്പൊ ആരാ പുൽവാമയെ കുറിച്ച് ആദ്യം പറഞ്ഞത്? ഞങ്ങൾക്ക് അതിനകത്ത് സംഭവിച്ച വീഴ്ചകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്.
ഞങ്ങൾക്ക് പെഹൽഗാമിൽ സംഭവിച്ച വീഴ്ചകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങ് മറുപടി പറയാൻ പറ്റാതെ പോയ കാര്യമില്ലേ? എന്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനോട് മൈൻഡ് യുവർ ബിസിനസ് എന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേക്ക് മറുപടി പറയാൻ കഴിയില്ല. എനിക്കും അറിയാം തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത് എന്നുള്ള ഒരു ഇതുണ്ട്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ പറ്റില്ല. അങ്ങേരെ കൊണ്ട് കഴിയാവുന്നത് ഡൊണാൾഡ് ട്രംപ് മൈ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ട് 120 കോടി കൊടുത്ത് ആ അഹമ്മദാബാദിൽ ചേരികൾ മറിച്ച് കെട്ടിപ്പിടിക്കാനും ആ അമേരിക്കയിൽ പോയി ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷന് അപ് കി ബാർ ട്രംപ് സർക്കാർ എന്നും പറയുന്ന വിട്ടുവേലത്തരത്തിന് മാത്രമേ അയാളെ കൊണ്ട് കൊള്ളുള്ളൂ. നരേന്ദ്രമോദിയെ കൊണ്ട് അല്ലാതെ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇടപെടാൻ നിൽക്കരുത്. ഇത് ഞങ്ങളുടെ ഉഭയകക്ഷി പ്രശ്നമാണ്, ആ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് പറയാൻ അങ്ങേരെ കൊണ്ട് പറ്റില്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത്. പക്ഷെ പ്രശ്നം ഇത് രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആ രാജ്യത്തിന്റെ അഭിമാനത്തെ നിങ്ങൾ പണയപ്പെടുത്തിക്കൊണ്ട് ഈ അമേരിക്കയുടെ കാൽക്കീഴിൽ കൊണ്ട് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. വ്യാപാര ബന്ധം വിച്ഛേദിക്കുന്നുണ്ടെങ്കിൽ തീർത്തിട്ട് വന്നോ എന്ന് പറഞ്ഞപ്പോ പോയി തീർത്തിട്ട് 20 മിനിറ്റുള്ളിൽ ട്രംപിനെ വിളിച്ച് അറിയിച്ച ഗവൺമെന്റിന്റെ പേരാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇല്ലേ? അപ്പൊ ഞങ്ങൾ പറയുന്നേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നേ. എന്തുകൊണ്ട് പഹൽഗാമിൽ ഇത്രമാത്രം ആയിരങ്ങൾ വരുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എന്തുകൊണ്ട് സൈന്യം ഉണ്ടായില്ല എന്നുള്ള ചോദ്യം വരുന്നേ. 40 മിനിറ്റോളം നിന്ന് വെടിവെച്ചിട്ട് ചൊരു വെടിവെക്കാൻ ഒരു സൈനികനില്ലാത്തത് എന്തുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നേ? മറുപടി പറ. അത് മറുപടി പറയാൻ പറ്റുമോ? ശരി, ഓക്കേ, കഴിഞ്ഞു. മുഖമില്ലാത്ത ഫേക്ക് അക്കൗണ്ടിന്റെ രാഷ്ട്രീയം ശിവശങ്കർ പറയരുത്. ശരി, പറയൂ ശിവശങ്കർ. ഞാൻ ആദ്യം ഞങ്ങളുടെ BJP ഗവൺമെൻറ്റിനെ കുറിച്ച് ഉപദേശിച്ച 2 കാര്യത്തിൽ ഞാൻ പറയാം. അദ്ദേഹം മോഹനപിള്ള പറഞ്ഞു 2 കാര്യങ്ങൾ. ഡെവലപ്മെൻ്റ് ആയിരുന്നു മറ്റു സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അതുകൊണ്ടാണെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല സർ. ആ കാലഘട്ടത്തിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഹിന്ദു എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയുടെ ഗ്രോത്തിനെ കുറിച്ച് പല അന്നത്തെയും ഇന്നത്തെയൊക്കെ വളരെ രാജു പി നായരുടെ സാമ്പത്തിക വിദഗ്ധർ ഈ ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ച് പറഞ്ഞു വെച്ചത്. അന്ന് ഓഗസ്റ്റ് 14 തീയതി 2013 സിന്ധു രക്ഷക് എന്നുള്ള ഒരു മുങ്ങിക്കപ്പൽ മുങ്ങിപ്പോയത് എന്തുകൊണ്ടാണെന്ന് രാജു പി നായറിന് ഓർമ്മയുണ്ടാവില്ല, പക്ഷെ അങ്ങേക്ക് ഓർമ്മ ഉണ്ടാവണമായിരുന്നു. ബാറ്ററി മേടിക്കാൻ പൈസ ഇല്ലാണ്ടെന്നാണ് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പല നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജു പി നായർക്ക് കുറച്ച് ഉത്തരം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ കോൺഗ്രസ്സുകാർ നേരത്തെ സ്ഥിരം പറയുന്ന മറ്റൊരു തുണയുണ്ട്, ബ്രഹ്മോസ് അവരുണ്ടാക്കിയതാണെന്ന്. ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇത് രാജു പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ ബ്രഹ്മോസിൻ്റെ ചരിത്രം നോക്കി ഞാൻ 1983 APJ അബ്ദുൽ കലാം, അത് മഹാനായ അബ്ദുൽ കലാം, അദ്ദേഹം 2ാം പ്രസിഡന്റായപ്പോൾ ആരാണ് തോപ്പിച്ചതെന്ന് രാജുവിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ സൈൻ ചെയ്തത് 12 ഫെബ്രുവരി 1998. ഒരൊറ്റ വർഷം പോലും കഴിഞ്ഞ 1999 കോൺട്രാക്ട് അത് എഗ്രിമെന്റ് ഉണ്ടാക്കി. ഒരു മിനിറ്റ് ഞാൻ തലവെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇത് അടൽ ബിഹാരി വാജ്പേയി അത് എഗ്രിമെന്റ് ഉണ്ടാക്കി. അപ്പോൾ അത് ആരാണത് പൂത്തിവെച്ചതെന്ന് നമുക്കത് അറിയാം. പിന്നെ രാജു എപ്പോഴെങ്കിലും സംശയം കിട്ടുമ്പോൾ ചോദിക്കണം, 2005 ഡൽഹി സീരിയൽ ബ്ലാസ്റ്റ് ഏത് പ്രധാനമന്ത്രി ആരോട് ചോദിച്ചു, എവിടെ നിന്ന് ചോദിച്ചു, എന്ത് ചോദിച്ചു എന്നൊക്കെ പ്രധാനമന്ത്രിയെ കുറിച്ച് അങ്ങേര് പറയുന്ന ഭാഷ ഞാൻ പറയുന്നില്ല. 2006 വാരണാസി ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. ഏത് പ്രധാനമന്ത്രി എവിടെ നിന്ന് ചോദിച്ചു, ആരോട് ചോദിച്ചു, ആരെ കിട്ടി, ആരോട് യുദ്ധം ചെയ്തു? 2006 തന്നെ മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് ഉണ്ടായി, 209 പേര് മരിച്ചു. എന്തുണ്ടായി? ഒരു പ്രധാനമന്ത്രി നെഞ്ചുയർത്തിയോ ആരോടോ ചോദിച്ചിട്ടുള്ള ഒരാളോടും വെടിവെച്ച് ഒന്നുമില്ല, അങ്ങോട്ടും പോയില്ല. 2006 മാൽഗോ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, 2007 സംജോത ബ്ലാസ്റ്റ് ഉണ്ടായി, 2008 ജയ്പൂർ ബ്ലാസ്റ്റ് ഉണ്ടായി, 2008 അഹമ്മദാബാദ് ബോംബിംഗ് ഉണ്ടായി, 2008 ഡൽഹി ബോംബിംഗ് ഉണ്ടായി, 2008 തന്നെ മുംബൈ അറ്റാക്ക് ഉണ്ടായി, 2010 പൂനെ അത് ഇപ്പോഴാണ് ആളെ കൊണ്ടുവന്നത്. 2011 മുംബൈ ബ്ലാസ്റ്റ് ഉണ്ടായി, 2011 ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ടായി, 2011 ഹൈദരാബാദ് ബ്ലാസ്റ്റ് ഉണ്ടായി. ഇത്തരത്തിൽ നിരന്തരമായി ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ ഇവിടെ ഇരുന്ന് ഉറക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ഭരണകാലത്തിൽ നട്ടലോടെ നിവർന്നു നിന്ന് എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ പറ്റാഞ്ഞിട്ടാ, അല്ലെങ്കിൽ പാകിസ്ഥാനോട് പോട്ടെ, സ്വന്തം പാർട്ടിയിലെ നേതാക്കളോട്, സ്വന്തം പാർട്ടിയുടെ കൺവീനറോട് പോലും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത, ശക്തിയില്ലാത്ത, ആണത്തമില്ലാത്ത നേതാക്കളെ വെച്ച് ഭരിച്ചവരാണ് ഇപ്പൊ ഇന്ന് നരേന്ദ്രമോദിയോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ മാന്യത പഠിക്കണം. സ്വന്തം പാർട്ടി ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശശി തരൂരിനോട് ചോദിക്കണം. ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് എന്നോടല്ല രാജു, ഇവിടെ നിന്ന് എന്നോടല്ല ഒച്ച ഉണ്ടാക്കേണ്ടത്, പോയി സ്വന്തം പാർട്ടി പോയി ഒച്ച ഉണ്ടാക്കി. ശശി തരൂരിനോട് ചോദിക്കുക, AK-നോട് ചോദിക്കുക, എന്താണ് പുതിയ വാറെന്ന്, എന്താണ് ഇന്ത്യയുടെ കാലഘട്ടം എന്ന്, എന്തുകൊണ്ടാണ് ഇന്ത്യയോടൊപ്പം മറ്റ് രാഷ്ട്രങ്ങൾ നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ വാജ്പേയി പോലും പേടിച്ചിട്ടില്ല.
മഹാനായ മാന്യനായ വാജ്പേയി പോലും പേടിച്ചിട്ടില്ല US-നെ. പിന്നെയാണ് മോഡിയെ പലതവണ നിങ്ങൾ നോക്കിയല്ലോ തകർക്കാനായിട്ട്, എന്തുകൊണ്ട് പറ്റിയില്ല? അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഭയക്കുമെന്നും നരേന്ദ്രമോദി ഈ പറയുന്ന പൊഖ്രാനായാലും അതുപോലെ വിഷയങ്ങൾ ഉണ്ടായപ്പോ നരേന്ദ്രമോദിയും വാജ്പേയിയും പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് നിങ്ങൾ നിൽക്കേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മറുപടി പറയാൻ അങ്ങ് ഞാൻ പറഞ്ഞതിന് ഒന്നും മറുപടി പറഞ്ഞില്ല. നമുക്കൊരു ഇടവേള എടുക്കാം. നിങ്ങൾ പറയുമ്പോ നിങ്ങൾക്കുള്ള ഉത്തരമുണ്ടെന്നുള്ള ചങ്കൂറ്റത്തോടെ ഇവിടെ ഇരിക്കണേ, അല്ലാണ്ട് ഇടയ്ക്കാര് പറയല്ല നിങ്ങൾക്ക് ഉത്തരമുണ്ടെന്നുള്ള ചങ്കൂറ്റത്തോടെ ഇവിടെ ഇരിക്കണേ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയവുമില്ല, ഞങ്ങൾ ജനങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യും, ഒരു സംശയവുമില്ല. ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുകയും രാജുവിന് മനസ്സിലാവില്ല, രാജുവിന്റെ പാർട്ടിക്കാർക്ക് മനസ്സിലാവില്ലായിരിക്കും. ശരി, ഇടവേള. ചർച്ചയിലേക്ക് ഷിനാസ്, ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ് സൗദിയിലാണ്. അദ്ദേഹത്തിന് അവിടെ കിട്ടിയ സ്വീകരണം താങ്കളും കണ്ടു കാണുമല്ലോ. പലരും പറയുന്നത് ഇസ്രായേൽ ഫസ്റ്റ് എന്ന പോളിസി ഹെൻറി കിസ്സിഞ്ചറിന്റെയും നിക്സന്റെയും കാലം മുതലുള്ള അമേരിക്കയുടെ ആ പോളിസി പോലും മാറുകയാണെന്നുള്ളത് നമുക്കറിയാം. ട്രംപ് ഇതിനോടകം തന്നെ കാനഡയെയും യൂറോപ്യൻ യൂണിയനെയും അടക്കം വ്യാപാരത്തിന്റെ കാര്യത്തിൽ വെറുപ്പിച്ചു കഴിഞ്ഞു. വളരെ ഭ്രാന്തൻ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള നയ സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ അല്ലെങ്കിൽ ട്രംപിന്റെ തന്നെ ഒന്നാം ടേമിൽ ഉണ്ടായിരുന്നതൊന്നും ആയിരിക്കില്ല അദ്ദേഹം ഈ കുറി പുറത്തെടുക്കുക എന്ന് വേണമോ വിചാരിക്കാൻ? നമ്മൾ 47-48 മുതലുള്ള ഈ കാശ്മീർ വിഷയവുമായിട്ടുള്ള ഇന്ത്യ പാക് സംഘർഷം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു കാര്യം, അമേരിക്കയുടെ സാന്ദ്ര സാന്നിധ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ അന്ന് തൊട്ട് ഇന്നേ വരെ ഉണ്ടായിരുന്നു. 47-48 കാലത്ത് അമേരിക്കയും ബ്രിട്ടനും മറ്റ് പാശ്ചാത്യ രാഷ്ട്രങ്ങളും പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയുണ്ടായത്. പിന്നീട് 1950കളിൽ ഉടനീളം കാശ്മീർ പ്രശ്നം പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചപ്പോൾ മുൻ സോവിയറ്റ് യൂണിയൻ മാത്രമാണ് വീറ്റോ ചെയ്യാൻ ഉണ്ടായിരുന്നത്. മറ്റെല്ലാ രാജ്യങ്ങളും, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക പാകിസ്ഥാനോടൊപ്പമായിരുന്നു. 1965 അയ്യൂബ് ഖാൻ ഇന്ത്യക്കെതിരെ യുദ്ധം അവരാണ് തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന അമേരിക്കയുടെ ഒരു അമേരിക്കയുടെ അംബ്രലയിലുള്ള ഒരു ട്രീറ്റിയാണ്. അതിൽ പാകിസ്ഥാൻ, തുർക്കി, ഇറാൻ, UK ഉണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ അന്നത്തെ ഏറ്റവും ആധുനിക ആയുധങ്ങൾ നൽകിയിരുന്നു. ഇന്ത്യക്കെതിരെ പ്രയോഗിക്കരുത് എന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലും അത് ഇന്ത്യക്കെതിരെയാണ് പ്രയോഗിച്ചത്. 71 യുദ്ധത്തിൽ വളരെ പ്രത്യക്ഷമായി തന്നെ നിക്സണും ഹെൻറി കിസ്സിഞ്ചറും പാകിസ്ഥാൻ്റെ പക്ഷത്തായിരുന്നു. മാത്രമല്ല അന്ന് സോവിയറ്റ് യൂണിയനുമായിട്ട് ഒരു പ്രത്യേക സൈനിക മാനങ്ങൾ പോലുമുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷമാണ് 10 ദിവസത്തിനകം കിഴക്കൻ പാകിസ്ഥാനെ വിമോചിപ്പിക്കുന്നത്, ബംഗ്ലാദേശ് ഉണ്ടാവുന്നത്. അന്ന് 7ാം കപ്പൽപ്പട ബംഗാൾ ഉൾക്കടലിൽ അമേരിക്ക അയച്ചിരുന്നു. അതിൻ്റെ പിറകെ സോവിയറ്റ് ആണവ അന്തർവാഹിനികളും വന്നിരുന്നു. അവർ കപ്പൽപ്പട അവിടെ നോക്കി നിന്നതേയുള്ളൂ. 99 കാർഗിലിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കാർഗിൽ യുദ്ധത്തിൻ്റെ മെയിലാണ് തുടങ്ങുന്നത്. ജൂലൈ 2 നവാസ് ഷെരീഫ് ബിൽ ക്ലിൻ്റനെ വിളിക്കുകയാണ്. ക്ലിൻ്റൺ വിളിച്ചു, എനിക്ക് പെട്ടെന്ന് കാണണം. ക്ലിൻ്റൺ പറഞ്ഞു, വരൂ കാണാം, അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം, നിങ്ങൾ മാധ്യസ്ഥ്യം വഹിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ ക്ലിൻ്റൺ പറഞ്ഞു, ട്രംപിനെ പോലെയല്ല, രണ്ടാമത് പറഞ്ഞ മധ്യസ്ഥതയ്ക്ക് ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ പുൽവാമ ആക്രമണം ഫെബ്രുവരി 14 കഴിഞ്ഞു. 40 സൈനികരെ വധിച്ചു. നമ്മൾ മറുപടിയായിട്ട് ഫെബ്രുവരി 26 ബാലക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര പരിശീലന കേന്ദ്രം ആക്രമിച്ചു. അപ്പോൾ പാകിസ്ഥാൻ ഒരു ആണവ മറുപടി നൽകുമെന്നുള്ള ഒരു ക്രെഡിബിളായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് പോംപിയോ തൻ്റെ ഓർമ്മക്കുറിപ്പിൽ അത് എഴുതുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെ ഇന്ത്യയിലെ തൻ്റെ കൗണ്ടർ പാർട്ട് സുഷമ സ്വരാജായിരുന്നു. അവർ വിളിച്ചു, പാകിസ്ഥാൻ ഇങ്ങനെ ആണവാക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന വിവരം കിട്ടിയിട്ടുണ്ട്, അങ്ങനെ അവർ ചെയ്താൽ അതിഭീകരമായി അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മൈക്ക് പോംപിയോ അതുപോലെ തന്നെ ജോൺ ബോൾട്ടൺ എന്നിവരൊക്കെ വിയറ്റ്നാമിൽ ഹാനോയിൽ വടക്കൻ കൊറിയയുമായിട്ടുള്ള ആണവ നിരായുധീകരണ ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ എത്തിയതായിരുന്നു. അർദ്ധരാത്രിയായിരുന്നു വിളി വന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ പഹൽഗാമിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അമേരിക്കയുടെ
ഒരു പുതിയ കാര്യമേ അല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇന്ന് അത് വളരെ പരസ്യമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. എനിക്ക് സമയം 2 മിനിറ്റ് വൈകുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ ടൈം അവസാനിച്ചു. നമസ്കാരം.